Alhamdulillahi Rabbil Alameen wal aqibatu lil muttaqin wa hudam wa rahmatan lil muhsinin wa man tabi'a ihsanun ila yawmiddin wa la udwana illa 'alal zalimin. Allahumma salli ala Muhammadin wa ala ali Muhammadin kama sallaita ala Ibrahim wa ala ali Ibrahim wa barik ala Muhammadin wa ala ali Muhammadin kama barakta ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. A'udzu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Ya ayyuhalladzina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. Bismillahir rahmanir rahim. Ya ayyuhalladzina amanu istajibu lillahi wa lirasulihi idza da'akum lima yuhyikum wa'lamu anna Allaha yahulu bainal mar'i wa qalbihi wa annahu ilayhi tuhsharun. Sadaqallahul azim. In uridu illa al-islaha mastata'tu wa ma tawfiqi illa billah alayhi tawakkaltu wa ilayhi unib. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani യഫ്ഖഹു ഖൗലി. സ്നേഹാദരവ് നിറഞ്ഞ മുഅ്മിനാത്തുകളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരെയും അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ സ്നേഹിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഇന്നി ഉഹിബ്ബുക്കും ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. അള്ളാഹു നമ്മുടെ ഈ സ്നേഹബന്ധത്തെ ഇഹത്തിലും പരത്തിലും അള്ളാഹുവിനെ കണ്ടുമുട്ടും വരെയും അള്ളാഹുവിന്റെ സുഖം നിറഞ്ഞ സുഖങ്ങളുടെ കൂമ്പാരമായ സ്വർഗത്തോപ്പിൽ എത്തുവോളം അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. സഹോദരിമാരെ, നിങ്ങള് ജുമാക്ക് പ്രൗഢോജ്ജലമായ കുത്തുബയൊക്കെ കേട്ട് മനസ്സ് നിറഞ്ഞിരിക്കുന്ന സമയത്ത് ഇനി ഒരു ക്ലാസ് അധിക പ്രസംഗം ആകുമോന്ന് എനിക്കൊരു സംശയം. എന്ത് പറയുന്ന? നല്ല കുത്തുബയൊക്കെ കേട്ടിട്ട് വന്നിരിക്കുന്ന ആയിരിക്കുമല്ലോ എല്ലാരും. വെള്ളിയാഴ്ച ഉണ്ടാവലുണ്ടല്ലോ സ്ഥിരമായിട്ട് ക്ലാസ്. വെള്ളിയാഴ്ച ഉണ്ടല്ലേ ക്ലാസ്? എന്റെ സംസാരം ക്ലിയർ ആകുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ വീട്ടിലല്ല, ഞാൻ പള്ളിയിൽ തന്നെ സ്ത്രീകളുടെ ഭാഗത്തിരുന്ന് സംസാരിക്കുക. എന്റെ വീടിനോട് അടുത്താണ് പള്ളി, ചേർന്നാണ് പള്ളി. അപ്പോ ഞാൻ അവിടെ തന്നെ ഇരുന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞ് ഇവിടെ ഇരിക്കുവായിരുന്നു. എന്റെ വീടും പള്ളിയും അടുത്താണ്, അറ്റാച്ച്ഡ് മസ്ജിദാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാം ഒരു ദിവസം ആലപ്പുഴയ്ക്ക് വരി. കണ്ണൂരുകാർക്ക് വരാൻ എളുപ്പം സുഖാണ്, മലപ്പുറംകാർക്കും വരാൻ സുഖാണ്. കാരണം കണ്ണൂരുകാർക്ക് ട്രെയിൻ കയറിയാല് ആലപ്പുഴക്കാർക്ക് കണ്ണൂരിലും വരാം. ഞാൻ വരാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. പിന്നെ ഞാന് ഹറമീന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച കേട്ടാലും മതിയാവൂല. ഇൻഷാ അല്ലാഹ്. പിന്നെ ഹറമീന്ന് കഅബയിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ശനിയാഴ്ച രാവിലെ എത്തി ഇവിടെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ. യാത്രയൊക്കെ സുഖമായിരുന്നു. അവിടെ വെച്ചിട്ട് ഒരു ചെറിയ ജലദോഷം പോലും അള്ളാഹു തരാതെ സംരക്ഷിച്ചു. 36 ദിവസം അവിടെ നിന്നു. 10 ദിവസം മദീനത്തും ബാക്കിയുള്ള ദിവസം മക്കയിലുമായിട്ട് കഴിച്ചുകൂട്ടി. മക്കളെ 3 പേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്നിച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ അള്ളാഹു ആദരിച്ച ചിഹ്നങ്ങളിലെല്ലാം അള്ളാഹു അടയാളപ്പെടുത്തിയ സ്ഥലത്തൊക്കെ നിന്നപ്പോ മനസ്സിന് വലിയൊരു ആത്മീയ നിർവൃതിയായിരുന്നു. അള്ളാഹു കബൂൾ ചെയ്യുവാൻ വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും ഞാൻ ആത്മാർത്ഥമായും ദുആ ചെയ്തിട്ടുണ്ട്. പേരെടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് പലരുടെയും. ദുആ കൊണ്ട് കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മിഷ്കാത്തിലെ ഒരു സഹോദരി പറഞ്ഞിരുന്നു,
ഷാക്കിറ, എനിക്ക് കൽബുൻ സലീം കിട്ടാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അവരുടെ ആവശ്യം. അതെനിക്കില്ല. അവരുടെ ആവശ്യം അസ്സലാമു അവരുടെ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അലൈഹിസ്സലാം അവരുടെ ആവശ്യം എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അവരത്രയും നന്നായിട്ട് പറഞ്ഞല്ലോ കൽബുൻ സലീം എനിക്ക് വേണമെന്ന്. അപ്പൊ ഞാൻ അത് ആവർത്തിച്ച് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടായിരുന്നു. അങ്ങനെ പലർക്കും എല്ലാവരെയും ദുആയിൽ പ്രാർത്ഥിക്കല് ഞാൻ അള്ളാഹു മലപ്പുറംകാരിയാണ്. സ്വീകരിക്കുമാറാകട്ടെ. അധികം അള്ളാന്റെ ദീന് പഠിക്കാൻ കേൾക്കാനും അധികം ആഗ്രഹമുള്ള ഒരാളാണ്. ഞാൻ പഠിക്കാത്ത ഇല്ല ആളാണ്. അതുകൊണ്ട് എനിക്ക് വളരെ അധികം ഖേദമുള്ള ആളാണ് ഞാൻ. ഇൻഷാ അല്ലാഹ് ഇനി പഠിച്ചാ മതി. നമ്മൾ ഇസ്ലാമിക് ഹിസ്റ്ററി വായിക്കുവാണെങ്കിൽ സഹാബി വനിതകളെല്ലാം വളരെ വൈകി ഇസ്ലാമിലേക്ക് വന്നവര് പലരും ഉണ്ട്. 50 വയസ്സ് കഴിഞ്ഞ് ഇസ്ലാമിലേക്ക് വന്നവര്, 60 വയസ്സ് കഴിഞ്ഞ് ഇസ്ലാമിലേക്ക് വന്നവര്. നമ്മള് അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ നാൾ തൊട്ട് പിന്നെ അങ്ങ് സൂക്ഷിച്ച് ജീവിച്ചാൽ മതി. അതിനു മുമ്പുള്ളതെല്ലാം അള്ളാഹു മാപ്പാക്കും. ഇനിയുള്ള കാലം വേസ്റ്റ് ആക്കി കളയരുത്. സഹോദരിമാരെ, നമ്മള് പലരെയും നമ്മുടെ പല മനുഷ്യരുടെ ജീവിതത്തിന്റെ ലാസ്റ്റ് നിമിഷങ്ങളിൽ അവർ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന രംഗം, അതായത് സക്രാത്തുൽ മൗത്തിന്റെ രംഗം നമ്മൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ആരുടെയെങ്കിലും ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാകും, അല്ലെ? നമ്മുടെ പ്രിയപ്പെട്ടവരുടെയോ അല്ലാത്തവരുടെ ആരുടെയെങ്കിലും മരണ സന്ദർഭത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു മനുഷ്യന്റെങ്കിലും സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാകും. നമ്മൾ മനസ്സിലാക്കണം, അല്പനിമിഷം കൂടി ജീവിക്കാനായെങ്കിലെന്ന് മരണമടുത്തവരെല്ലാം കൊതിക്കുമെന്ന് പറയുന്നുണ്ട്. അല്പനിമിഷം കൂടി ജീവിക്കാനായെങ്കിലെന്ന് മരണമടുത്തവരെല്ലാം കൊതിക്കുമ്പോൾ അങ്ങനെയുള്ള യാതൊരു കൊതിയോ ഭയത്തിന്റെയോ നിരാശയുടെയോ ദുഃഖത്തിന്റെയോ ചെറിയ ഒരു അംശം പോലും ഇല്ലാതെ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്നവരുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അധികം ആൾക്കാരും മരണത്തിന്റെ ആ കിടക്കയിൽ കിടന്ന് പോകേണ്ട റൂട്ട് കാണിക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ആകെ തുക സക്രാത്തിന്റെ സമയത്ത് കാണിക്കുമെന്നാണ്. നിന്റെ ജീവിതത്തിന്റെ റിസൾട്ട് ഓരോ മനുഷ്യന്റെയും ആ റിസൾട്ട് അനുസരിച്ച് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കാരുണ്യവാന്റെ അനുമതി പ്രകാരം മലായിക്യങ്ങൾ കാണിച്ചു തരും. അപ്പോ ഭൂരിഭാഗം ആളുകളും വല്ലാതെ വിഷമിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മളെ എല്ലാവരെയും. ആ സന്ദർഭത്തിൽ അങ്ങനെയുള്ള യാതൊരു വിഷമമില്ലാതെ മരണക്കിടക്കയിൽ വരുമ്പോ സക്രാത്തുൽ മൗത്തിന്റെ രംഗത്ത് മലക്കുൽ മൗത്ത് റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഭയമില്ലാതെ, വിഷമമില്ലാതെ, സങ്കടമില്ലാതെ, നിരാശയില്ലാതെ ഈ ദുനിയാവിൽ നിന്ന് പോകാനാകണമെങ്കിൽ, അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ജീവിച്ചിരിക്കുന്ന ഈ സമയം, നമ്മളെല്ലാം ഇപ്പോൾ ജീവിതത്തിലാണ്, ഈ ജീവിച്ചിരിക്കുന്ന ഈ സമയത്തിൽ ഹൃദയം നിറയെ ഈമാനും മനസ്സ് നിറയെ സമാധാനവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കൊതിക്കുന്ന ഹൃദയവുമായി ജീവിതം നയിച്ചാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്നാണ് ഖുർആൻ നമുക്ക് നൽകുന്ന മറുപടി. നമ്മളിപ്പോ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹൃദയം നിറയെ ഈമാൻ എന്ന് വെച്ചാൽ അള്ളാഹുവിനെ ഹൃദയം നിറയെ സ്നേഹിച്ചുകൊണ്ട്, അങ്ങനെ അള്ളാഹിനെ ഹൃദയം നിറയെ സ്നേഹിക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ ഈമാൻ സ്റ്റോർ ചെയ്ത് തരും അള്ളാഹു. അതുപോലെ അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്ന ഏതൊരു ചെറിയ അമല് തൊട്ട് വലിയ അമല് വരെ, ചെറിയ അമലെന്ന് വെച്ചാൽ മിസ്കാല ദർറത്തിൻ, ഏറ്റവും ചെറുതെന്ന് വെച്ചാൽ നമ്മൾ മീൻ മുറിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മൾ കളയുന്ന വേസ്റ്റ്, തലയും അതിന്റെ കുടൽമാലയെല്ലാം നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയുന്ന സംഭവം വിശന്ന് വരുന്ന ഒരു പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കുമ്പോ, വിശന്ന് വരുന്ന 3-4 മക്കൾക്ക് പാലൂട്ടുന്ന ഒരു തള്ളപ്പൂച്ച, നമ്മുടെ വീട്ടിലുള്ള പൂച്ച ഓടി വരുന്ന സന്ദർഭത്തിൽ ആ മീൻ മുള്ള് നമ്മൾ കൊടുക്കുന്ന ചെറിയൊരു അമലാണെങ്കിൽ പോലും ആ അമലിന്റെ പിന്നിലും അള്ളാഹുവിനെ പ്രതീക്ഷിച്ച് ചെയ്യുന്നവരാണ് മുഅ്മിനീങ്ങൾ. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ മരണക്കിടക്കയിൽ വരുമ്പോൾ ദുഃഖമില്ലാതെ, പ്രയാസമില്ലാതെ, പരിഭ്രമവും നിരാശയും സങ്കടവും ഒന്നുമില്ലാതെ അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഈ സമയത്ത്, ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറിൽ ഉറങ്ങി എഴുന്നേക്കുന്നിടം തൊട്ട് വീണ്ടും ഉറക്ക കിടക്കയിലേക്ക് പോകുന്നത് വരെയുള്ള കുറഞ്ഞ സമയം, ആ സമയത്ത് ചെയ്യുന്ന കർമ്മങ്ങളുടെ മുമ്പിൽ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ചെയ്യുന്നവരാകണം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ സ്റ്റോർ ചെയ്യും. അള്ളാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യണം. ഞാൻ ഏറ്റവും നിസ്സാരമായിട്ട് പറഞ്ഞു, ആ തള്ളപ്പൂച്ചയ്ക്ക് ആ പൂച്ച
ഈ ഭക്ഷണം കഴിച്ച് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കേണ്ടതാണ്. അള്ളാഹുവേ, നിന്നോടുള്ള സ്നേഹത്തിന്റെ പേരിൽ വല്ലദീന യുസ്സദ്ദിഖൂന ബിയൗമിദ്ദീൻ, പ്രതിഫല നാളിനെ സത്യപ്പെടുത്തിക്കൊണ്ട് ആ മീൻ മുള്ള് വേസ്റ്റിട്ട് കൊടുത്താലും അതിന് അള്ളാഹുവിന്റെ മുമ്പിൽ പ്രതിഫലമുണ്ട് സഹോദരിമാരെ. അപ്പോ ഹൃദയം നിറയെ ഈമാനുമായി ജീവിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ ഹൃദയം നിറയെ സ്നേഹിക്കണം. അള്ളാഹുവിനെ പ്രതീക്ഷിച്ചു കൊണ്ടുള്ള കർമ്മങ്ങളായിരിക്കണം. അതോടൊപ്പം തന്നെ ചെറിയ കർമ്മങ്ങളുടെ മുമ്പിലും അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാകണം. ചെറിയ തിന്മ, സാഹചര്യമെല്ലാം അനുകൂലമാണ്, ഒരു മനുഷ്യൻ കാണുന്നില്ല, പ്രിയപ്പെട്ടവരാരുമില്ല അടുത്ത്, ഞാനൊരു തെറ്റ് ചെയ്താൽ ഇത് അള്ളാഹു മാത്രമേ അറിയുള്ളൂ, നിരീക്ഷകനായ എൻ്റെ അള്ളാഹു ശ്രദ്ധിക്കുന്നു എന്ന ബോധത്തിൽ തിന്മയിൽ നിന്ന് മാറണം. അപ്പോൾ ഭയമായി, സ്നേഹമായി, പ്രതീക്ഷയായി, ഈ 3 അവസ്ഥയിൽ നിന്നും ഉരുത്തിരിയുന്ന വരുന്ന ഒരു സംഭവമുണ്ട്. അതാണ് ഏറ്റവും ടോപ്പ് ഈമാൻ, കാമിലായ ഈമാൻ. അങ്ങനെ ജീവിക്കുന്നവരാണ്. അങ്ങനെ ജീവിച്ചാൽ മരണക്കിടക്കയിൽ വരുമ്പോൾ സങ്കടമില്ലാതെ, പ്രയാസമില്ലാതെ, പരിഭവമില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കുമെന്ന് ഖുർആൻ സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. സഹോദരിമാരെ, നമ്മൾ ഇങ്ങനൊക്കെ ജീവിച്ചാൽ, അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് നമ്മുടെ മനസ്സിനെ തന്നെ നമ്മൾ ബോധ്യപ്പെടുത്തണം. മെച്ചപ്പെട്ട ഇഹലോക ജീവിതവും ഉത്തമമായ പരലോക ജീവിതവും തരാമെന്ന് ആവർത്തിച്ച് ഖുർആൻ പറയുന്നുണ്ട്. മെച്ചപ്പെട്ട ഇഹലോക ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ കരുതുന്നത് അപ്സ്റ്റെയർ ബിൽഡിങ്ങോ അല്ലെങ്കിൽ നല്ല ഒരു കിയാ കാറോ അതുപോലല്ല വേറെ കുറെ ഗോൾഡും സംഭവങ്ങളൊക്കെ ആണെന്നായിരിക്കും നമ്മുടെ വിചാരം. ഒരിക്കലുമല്ല. അള്ളാഹുവിന്റെ തൃപ്തിയോടുകൂടിയുള്ള വിഭവങ്ങൾ ആസ്വദിക്കുവാൻ, തന്നിരിക്കുന്ന വിഭവങ്ങളിൽ ആസ്വാദ്യതയുണ്ടാകും. നമുക്ക് അള്ളാഹു നിശ്ചയിച്ച് ഭാഗിച്ചു തന്ന ഇണയിൽ നിന്ന് നല്ല സമാധാനവും സന്തോഷവും, നോക്കുമ്പോ തന്നെ ഒരു റാഹത്ത്, സമാധാനം, വർഷങ്ങൾ പഴകുന്തോറും സ്നേഹം വർദ്ധിച്ചു വരുന്ന ഒരു അവസ്ഥയുണ്ടാകും. നമുക്ക് അള്ളാഹു ദാനമായി സമ്മാനമായി നൽകിയ മക്കളിൽ നിന്ന് നിർവചിക്കാനാക്കാത്ത ഒരു സന്തോഷമുണ്ടാകും. അവരല്ലാഹുവിലേക്ക് മടങ്ങുന്ന, അവരല്ലാഹുവിനെ അനുസരിക്കുന്ന രംഗം കാണാനുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടാകും. നമുക്ക് അള്ളാഹു ഭാഗിച്ചു തന്ന വിഭവങ്ങളിലെല്ലാം തൃപ്തിയോടുകൂടി ആസ്വദിക്കാനുള്ള, അതാണ് മെച്ചപ്പെട്ട ഇഹലോക ജീവിതം എന്ന് പറയുന്നത്. സർവോപരി ഹൃദയത്തിൽ എപ്പോഴും തത്വമൈന്നൽ കുലൂബ്, സമാധാനമുള്ള ഒരു ഹൃദയത്തോടുകൂടി ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകും, ദീൻ അനുസരിച്ച് ജീവിച്ചാൽ. ഇത് മാത്രമല്ല, ഉത്തമമായ പരലോക ജീവിതവും നൽകാമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഉത്തമമായ പരലോക ജീവിതത്തിന്റെ തുടക്കം മരണം തൊട്ടേ തുടങ്ങും. വളരെ സന്തോഷമായ പര്യവസാനമാണ്. കുറച്ച് നാളെ ദുനിയാവിൽ നമ്മളൊന്ന് സമാധാനത്തിൽ നിന്ന് അള്ളാഹു പറയുന്ന അനുസരിച്ചൊന്ന് മര്യാദയ്ക്ക് ജീവിച്ചാൽ മതി. നമ്മുടെ ഓരോരുത്തരുടെയും ആയുസ്സെടുത്ത് നോക്ക്. നമ്മളെല്ലാം പ്രസവിച്ച നാള് തൊട്ട് കുഞ്ഞി പ്രായത്തിലേക്കുള്ള നമ്മുടെ അവസ്ഥ, കളിച്ചും ചിരിച്ചും എല്ലാം കുറെ നാള് കഴിഞ്ഞു. ഇനി ഒരു 13 വയസ്സ് തൊട്ട് 20 വയസ്സ് വരെ ഉമ്മാടെയൊക്കെ ചെല്ല കുട്ടികളായിട്ട് വളരെ അതിനകത്തൊക്കെ നമസ്കരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നെങ്കിലും കാര്യമായ പരലോക ബോധമൊക്കെ നമുക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ കല്യാണം കഴിഞ്ഞ് 18 വയസ്സ് കല്യാണം കഴിഞ്ഞ് 30 വയസ്സിനുള്ളിൽ 4-5 മക്കളെ പ്രസവിക്കുന്ന തിരക്കില് അവിടെയും അള്ളാഹുവിന് കൊടുത്ത സ്ഥാനം എത്രയാണെന്ന് ഓരോരുത്തരും ഒന്ന് വിശകലനം ചെയ്യും. കാരണം നമ്മൾ കൈ കെട്ടുമ്പോഴും നമ്മുടെ ചിന്ത കുഞ്ഞ് കരയുന്നു, കുഞ്ഞുണരുന്നു, കുഞ്ഞും വീടും ഭർത്താവും, ഇങ്ങനെയുള്ള ചിന്ത അതിലൂടെ ഒരു ഓടിച്ചിട്ടുള്ളൊരു നിസ്കാരമാണ് അല്ലെ. ഇനി അവശ ദുർബല വാർദ്ധക്യമെങ്ങാനും കാത്തുകിടപ്പുണ്ടെങ്കിൽ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ വല്ലതും ഉണ്ടാകാനുണ്ടെങ്കിൽ അങ്ങനെയും കുറെ പോകാനുണ്ട്. അതിനിടയ്ക്കുള്ള ഈ കുറഞ്ഞ സമയമാണ് നമുക്കുള്ളത്. വളരെ കുറച്ചാണ്, വളരെ കുറച്ച്. ഇതുകൊണ്ടാണ് വലിയൊരു സ്വർഗം കരസ്ഥമാക്കേണ്ടത് അല്ലെ. അള്ളാഹുവിന്റെ സ്വർഗം കരസ്ഥമാക്കാൻ നമ്മൾ എത്രമാത്രം സമയം ചെലവഴിച്ചിട്ടുണ്ട്, എന്തെല്ലാം സൽക്കർമ്മം ചെയ്ത് കാത്തിരിപ്പുണ്ടെന്ന് ഓരോരുത്തരും അവരവരുടെ അക്കൗണ്ടിലേക്ക്, അവരവരുടെ ലഗേജിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. നമുക്ക് കൃത്യമായ ആൻസർ കിട്ടും. അള്ളാഹു സുബ്ഹാനഹു തആലയോടുള്ള, അള്ളാഹുവേ എന്നെ നീ നിന്റെ വഴിയിലാക്കി നന്മ നിറഞ്ഞ ചിന്തകളൊക്കെ എൻ്റെ ഹൃദയത്തിലേക്ക് ഇട്ടു തരണേ എന്നൊക്കെ അള്ളാഹിനോട് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നല്ല നല്ല ചിന്തകളും നല്ല അവസരങ്ങളും ഒക്കെ അള്ളാഹു തരും. ഞാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടിയെത്തും നിങ്ങളോട് സംസാരിക്കുമ്പോൾ. അത് നമ്മളിൽ ഉണ്ടോന്നൊന്ന് നോക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ആ ഹദീസ്, ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയമായിട്ട് ബന്ധമില്ല എങ്കിലും ഞാൻ ഒന്ന് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ് ഉണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്നവരും
നിങ്ങളെ സ്നേഹിക്കുന്നവരും നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമാണ് നിങ്ങളുടെ കൂട്ടായ്മയിലെ ഏറ്റവും നല്ല കൂട്ടായ്മ. എന്നാൽ നിങ്ങളിലെ മോശമായ കൂട്ടായ്മ എന്ന് വെച്ചാൽ നിങ്ങൾ കോപിക്കുകയും നിങ്ങളോട് കോപിക്കുകയും നിങ്ങൾ ശപിക്കുകയും നിങ്ങളെ ശപിക്കുകയും ചെയ്യുന്ന കൂട്ടായ്മയാണ്. അത് നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമ്മുടെ കൂട്ടായ്മയുള്ള നമ്മുടെ ഇപ്പോഴത്തെ ഈ കൂട്ടായ്മ മിഷ്കാത്തൊരു കൂട്ടായ്മയാണ്, യാസീൻ ഗ്രൂപ്പ് ഒരു കൂട്ടായ്മയാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ പരസ്പരം സ്നേഹിക്കുകയും നിങ്ങൾ സ്നേഹിക്കണം, നിങ്ങളെ സ്നേഹിക്കുന്നവർ. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെയൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ സ്നേഹിക്കുന്നുണ്ട്. തിരിച്ച് നിങ്ങൾ എന്നെയും സ്നേഹിക്കുന്നവരാണോ എന്ന് എനിക്ക് ഉറപ്പില്ല, ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിലാണ് നമ്മുടെ കൂട്ടായ്മയിൽ അള്ളാഹുവിന്റെ ഒരു ബർക്കത്ത് ഉണ്ടാകുന്നത്. അള്ളാഹു അത്തരത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരിമാരെ, ഇന്ന് പലരും ദുആ ചെയ്യാനൊക്കെ പറയുന്നത് ഭയങ്കര ടെൻഷനാണ്, ജീവിതത്തില് ടെൻഷനാണ്, എപ്പോഴും ടെൻഷനാണ് എന്നാണ് പലരുടെയും സങ്കടങ്ങൾ പറയുമ്പോൾ. എന്തിനാ സഹോദരിമാരെ ഇത്രയും വലിയ ടെൻഷൻ നമ്മളെ ഏറ്റിക്കൊണ്ട് നടക്കുന്നത്? നമ്മള് ട്രെയിൻ യാത്ര ചെയ്യുന്നവരല്ലേ, നമ്മളിൽ പലരും ട്രെയിൻ യാത്ര ചെയ്യുന്നവരുണ്ട്. ആ ട്രെയിൻ യാത്രക്കകത്ത് നമ്മള് ഇരിക്കുന്ന സീറ്റിന്റെ മേളിൽ ഒരു ബെർത്ത് ഉണ്ട്. ആ ബെർത്ത് എന്തിനാണെന്ന് വെച്ചാൽ യാത്രക്കാർ സുഖമായി സീറ്റിലിരുന്ന് യാത്ര ചെയ്യാനും ആ ബെർത്തിലോട്ട് കൊണ്ടുവന്ന ലഗേജ് ഒക്കെ അതിന്റെ മേളിലോട്ട് വെക്കാനാണ്. ലഗേജ് എല്ലാം ട്രെയിനിന്റെ ബെർത്തിൽ വെക്കാൻ. അപ്പോ യാത്ര സുഖമാകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ യാത്ര ചെയ്യുന്ന ഞാൻ വിചാരിക്കുകയാണ്, അയ്യോ ആ ലഗേജിനകത്ത് എൻ്റെ 10,000 രൂപയുണ്ട്, 1 പവന്റെ കമ്മലുണ്ട്, ഇതൊക്കെ എടുത്ത് ആ ലഗേജിൽ വെച്ചാല് അത് വേണ്ട, എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ആ വലിയ ലഗേജ് എടുത്ത് മടിയിൽ വെച്ചിട്ട് ഇവിടുന്ന് കോഴിക്കോടോ കണ്ണൂരോ വരെ യാത്ര ചെയ്യുവാണെങ്കിലൊന്ന് ആലോചിച്ച് നോക്കിയേ, യാത്ര വളരെ ബുദ്ധിമുട്ടാകും. മറിച്ച് അതവിടെ തവക്കൽ ചെയ്ത് അവിടെ വെച്ചിട്ട് സ്വസ്ഥമായിട്ട് യാത്ര ചെയ്ത യാത്ര സുഖം. എല്ലാ വാഹനത്തിലും ഉണ്ട്. ബസ് യാത്ര ചെയ്താൽ അതിനകത്തും ഉണ്ട് ബെർത്ത്, കാറിനാണ് ഡിക്കി ഉണ്ട്. എന്താണ് യാത്ര സുഖമാകാനും ലഗേജ് വെക്കാനുള്ള സംരംഭമാണ്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലഗേജ്, നമ്മുടെ പ്രയാസം നിറഞ്ഞ പല പ്രശ്നങ്ങൾ ഇറക്കി വെക്കാനുള്ള ബെർത്ത്, അഭയസ്ഥാനമാണ് അള്ളാഹു. ആ അള്ളാഹുവിലേക്ക് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും എന്ത് ഭാരിച്ച വിഷയങ്ങളും ഏൽപ്പിച്ചാല് അള്ളാഹു അത് ഏറ്റെടുക്കും. ഈ പ്രപഞ്ചത്തിലെ മഹാപ്രതിഭാസങ്ങള്, മനുഷ്യനായ നമ്മൾ വല്ല ഒന്ന് പ്രസവിക്കാൻ വേണ്ടി ആശുപത്രിയിലേക്ക് പോയ ഉമ്മയും ഉപ്പയും അനിയത്തിയും പിന്നെ ഭർത്താവിന്റെ വീട്ടിലെ ആൾക്കാർ എല്ലാം ലേബർ റൂമിൽ എന്തുമാത്രം ആൾക്കാരാണ്. കാട്ടിലെ വലിയ വലിയ ജീവികൾ, വൈൽഡ് ആനിമൽസ്, കടലിലെ സംഭവം ആളുകളൊക്കെ പ്രസവിക്കുന്നത് അവർക്ക് ആരാ കൂട്ടുള്ളത്? അവരാരാ സഹായിക്കുന്നത്? അവരുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് ആരാണ്? അപ്പൊ ഈ മഹാപ്രപഞ്ചത്തിലെ എല്ലാവരുടെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹു നിറവേറ്റി കൊടുക്കുന്ന, അവർക്കൊന്നും പരാതിയില്ല, പരിഭവമില്ല. മനുഷ്യരായ നമുക്കാണ് എപ്പോഴും. ഞാൻ എന്നോട് സങ്കടം പറഞ്ഞവരോട് ഒരിക്കലും അവരെ വിഷമിപ്പിക്കാൻ പറയുന്നതല്ല. കാരണം അള്ളാഹുവിന്റെ ആശ്വാസ വാക്ക് ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്ന് ഖുർആനിൽ 17 സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട്. ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, വിഷമിക്കേണ്ട. വഅൻതുമുൽ അഅലൗന ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ അറിയുക, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, എന്നെ സ്നേഹിക്കുന്നവരും എന്നെ പ്രതീക്ഷിക്കുന്നവരും എന്നെ ഭയപ്പെടുന്നവരുമാണെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പ്രയാസപ്പെടണ്ട എന്ന് അള്ളാഹു 17 സ്ഥലത്ത് ഖുർആനിൽ പറയും. സൂറത്ത് ബഖറയിൽ തന്നെ ഏകദേശം 6 തവണ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് അള്ളാഹു പറയുന്നുണ്ട്, 17 തവണ. അപ്പോ ഇത് ഭയമോ സങ്കടമോ കീഴടക്കാത്തവരാണ് മുഅ്മിനീങ്ങൾ എന്ന് ഖുർആൻ അള്ളാഹു മുഅ്മിനീങ്ങളെ പറ്റി സന്തോഷ വാർത്ത അറിയാം. അവർക്ക് ഭയവും സങ്കടവും അവരെ കീഴടക്കുകയില്ല. ഭയം എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന കാലജീവിതത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയാണ് ഭയം എന്ന് പറയുന്നത്. സങ്കടം എന്ന് വെച്ചാൽ കഴിഞ്ഞ കാല ജീവിതത്തിൽ ഞാൻ എങ്ങനെ ആ പണ്ടത്തെ കാര്യം അയവിറക്കിയുള്ള സങ്കടം, നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച്. അത് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ കഴിഞ്ഞ കാല ജീവിതം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ എല്ലാം, അതിനകത്തെല്ലാം അള്ളാഹുടെ തീരുമാനങ്ങളാ കഴിഞ്ഞു പോയത്. എൻ്റെ വരാനുള്ള കാലം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹിന്റെ കയ്യിലാണ്. കാരുണ്യവാനിൽ നിന്ന് എനിക്ക് എപ്പോഴും നല്ലതേ വരുള്ളൂ എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ എന്താണ് വഴിയെന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി ഉണ്ട്, കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനായ എന്റെ രക്ഷിതാവിന്റെ തീരുമാനമാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം. കാരുണ്യവാനായ അള്ളാഹുവിൽ നിന്ന് കാരുണ്യമല്ലാതെ മറ്റൊന്നും എനിക്ക് ലഭിക്കുകയില്ല എന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ സങ്കടമില്ലാതെ ജീവിക്കാൻ സാധിക്കുമെന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരിമാരെ, ആരും അമിതമായിട്ട് ഏത് പ്രശ്നത്തിന് മുമ്പിലും അള്ളാഹുവിന്റെ മുമ്പിൽ പരിഹാരമുണ്ട്. നമുക്ക് ചില രോഗങ്ങൾ വെക്കുന്നത്, ചില നഷ്ടങ്ങളൊക്കെ വെക്കുന്നത്, അതും തിരിച്ചറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, പരലോകത്ത് നമുക്ക് വലിയൊരു പദവി തരാൻ അള്ളാഹു ആഗ്രഹിക്കുന്നുണ്ട്. വലിയ ഒരു പദവി. ആ പദവിക്ക് അനുയോജ്യമായ അത് നേടിയെടുക്കാനുള്ള സൽക്കർമ്മം ഇഹലോകത്ത് നിന്ന് നമ്മളിൽ നിന്ന് ഉയരുന്നില്ല എങ്കിൽ, നമ്മളിൽ നിന്ന് അള്ളാഹു ആ വെച്ചിരിക്കുന്ന ആ പദവി, ആ സ്ഥാനമാനം കരസ്ഥമാക്കാനുള്ള സൽക്കർമ്മം ഉയരുന്നില്ല എങ്കിൽ അള്ളാഹു നമ്മളെ ഒന്ന് രണ്ട് രീതിയിൽ പരിശോധന നടത്തും. അള്ളാഹു നമ്മളത് ശിക്ഷിക്കുകയല്ല, നമ്മളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. ഒന്ന്, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖം വെക്കും. അപ്പൊ നമ്മള് അള്ളാഹുലേക്ക് നോമ്പെടുത്തിട്ടും സദക്ക കൊടുത്തിട്ടും പ്രാർത്ഥിച്ചിട്ടും എല്ലാം അവനിലേക്ക് തന്നെ മടങ്ങിയാൽ അതങ്ങ് നീങ്ങിപ്പോകും. ഇനി എന്നിട്ട് അതിനകത്ത് വലിയ ശ്രദ്ധയില്ലെങ്കിൽ തന്നിരിക്കുന്ന ജീവിത സൗഭാഗ്യങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് തിരിച്ചെടുക്കും. അപ്പോ നമ്മൾ അള്ളാഹുലേക്ക് മടങ്ങുവാണെങ്കിൽ അവിടെ കൊണ്ട് തീരും. ഇനി എന്നിട്ടും പറ്റിയില്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ വെക്കും അള്ളാഹു താല. ഇതിലൊക്കെ നമ്മളെ ഒരു പരിശോധനയാണ്, എബില് വെക്കും. നമ്മളെ ഒന്ന് നിരീക്ഷിക്കുക, പരീക്ഷിക്കുകയാണ് അള്ളാഹു. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ, നമുക്ക് അള്ളാഹു തന്ന സൗഭാഗ്യങ്ങൾ ചിലത് തിരിച്ചെടുത്താൽ, നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാല് അപ്പോഴൊന്നും നമ്മൾ ബേജാറാകേണ്ട. ഇതെന്നെ അള്ളാഹു ടെസ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ എന്ത് പറയുന്നു, കാലു അവർ പറയും, മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞു, അസാബത്ത് മുസീബത്തൊക്കെ ഉണ്ടായ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സ് മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് എന്നൊക്കെ പറഞ്ഞ് നഷ്ടങ്ങളൊക്കെ വരുമ്പോ അവര് പറയും, എന്റെ മുഅ്മിനീങ്ങൾ പറയും, കാലു അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജി, ഇതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്, നമ്മൾ അള്ളാഹുവിലേക്ക് പോകേണ്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം അവർ കാത്തു സൂക്ഷിക്കും. അവർക്ക് അള്ളാഹു എന്തൊക്കെ പ്രതിഫലമാണ് വെച്ചിരിക്കുന്നതെന്നാണ് അടുത്തടുത്ത ആയത്തുകളിലൊക്കെ പറയുന്നത്. അതുകൊണ്ട് ടെൻഷൻ ആരും അടിക്കണ്ട, നല്ല കുട്ടികളാകണം എല്ലാവരും, കേട്ടാ. അതുകൊണ്ട് നമ്മള് ഹൃദയത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹൃദയം നിറച്ച് ഈമാനുള്ള നല്ല മോമിനിയങ്ങളായിട്ട് അതെല്ലാം. അപ്പൊ അത് പറയും, അത് ചില പ്രത്യേക ആൾക്കാർക്കേ പറ്റത്തില്ല. എല്ലാ സാധാരണക്കാർക്കും പറ്റും. എല്ലാ സാധാരണ മനുഷ്യർക്കും കൈവരിക്കാൻ പറ്റിയ ഒരു നല്ല ഒരു മാനസികാവസ്ഥയാണ് ഹൃദയം നിറയും. അത് അള്ളാഹിനെ ഒന്ന് ഹൃദയം നിറയെ സ്നേഹിച്ചാൽ മതി, അവനെ ഒന്ന് പേടിച്ചാൽ മതി, അവനെ ഒന്ന് പ്രതീക്ഷിച്ചാൽ മതി. അത് ഇച്ചിരി പണിയെടുത്താല് കിട്ടും. സ്നേഹം വരാൻ എന്ത് വേണമെന്നറിയാവോ? ഒറ്റയ്ക്കൊന്നിരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന്, പള്ളിയിലൊക്കെ പോകുന്നവരാണല്ലോ എല്ലാവരും, ജുമാക്കൊക്കെ കുറച്ച് തൊട്ടടുത്ത് പള്ളി ഉണ്ടെങ്കിൽ അവിടെ പോയി ഒളുവെടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച് ആ സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട്, അള്ളാഹു എനിക്ക് എന്തെല്ലാം അനുഗ്രഹമാണ് ചെയ്തു തന്നിരിക്കുന്നത് എന്ന് ഒന്ന് ആത്മാർത്ഥമായിട്ടും ഒന്ന് ചിന്തിക്കണം. ആദ്യം സ്വന്തം ശരീരത്തിലോട്ട് നോക്കണം. മൻ അറഫ നഫ്സഹു അറഫ റബ്ബഹു എന്നാണ്. ആര് ശരീരത്തെ അറിഞ്ഞോ അവൻ തന്റെ റബ്ബിനെ അറിഞ്ഞു എന്നാണ്. അപ്പോ തല തൊട്ട് പെരുവിരൽ വരെയുള്ള അവയവങ്ങൾ ഓരോന്നും അതിനെങ്ങനെ അള്ളാഹ് പ്രൊട്ടക്ട് ചെയ്യും. അള്ളാഹു എനിക്ക് തലവേദനയില്ലാത്ത തലയാണ് അള്ളാഹു നൽകിയിരിക്കുന്നത്, പവർഫുള്ളായ കണ്ണാണ് തന്നിരിക്കുന്നത്, തടസ്സമില്ലാതെ ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പറ്റുന്നു, സുഖമായി ബാത്റൂമിൽ പോയി കാര്യങ്ങൾ സാധിക്കാൻ പറ്റുന്നു, നന്നായി ആഹാരം കഴിക്കാൻ പറ്റുന്നു. ഞാൻ ആഹാരം കഴിച്ച് 2-3 കറികൾ കൂടിയാണ് ആഹാരം കഴിക്കുക. എരിവുണ്ട്, പുളിയുണ്ട്, മധുരമുണ്ട്. ഇത് മൂന്നിന്റെയും രുചി പ്രത്യേകം എന്റെ നാവിൽ എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നു. അൽഹംദുലില്ലാഹ് തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ ലക്കൽ ഹംദു ഹത്താ തർളാ റബ്ബേ, നീ എന്നെ തൃപ്തിപ്പെടുവോളം ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഇങ്ങനെ അല്ലാഹ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ശരീരത്തിൽ തന്നെ കോടിക്കണക്കിന് അനുഗ്രഹങ്ങളാണ്. ഇതൊക്കെ നഷ്ടപ്പെട്ടവർ, ഇതിനകത്തൊക്കെ ബുദ്ധിമുട്ടുന്നവർ, അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാട് ഓർത്തിട്ട് വേണം നിങ്ങൾ അനുഭവിക്കുന്ന സുഖത്തിന്റെ വില മനസ്സിലാക്കി അള്ളാഹ്. അപ്പൊ അള്ളാഹിനോട് വലിയ സ്നേഹം. പിന്നെ പറഞ്ഞ, അള്ളാഹു എനിക്ക് നല്ല ഇണയല്ലേ റബ്ബേ നീ നൽകിയിരിക്കുന്നത്, അല്ലെ? ഓരോരുത്തർ അവരവരുടെ ഇണകൾ ചെയ്യുന്ന അനുഗ്രഹങ്ങൾ, അവർ ചെയ്തു തരുന്ന ഉപകാരങ്ങൾ ഓർത്ത് അള്ളാഹുവിനെ അന്തർപ്പിക്കണം. പിന്നെ നിങ്ങളുടെ മക്കളിൽ നിന്ന് നിങ്ങൾ സന്തോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ഹൃദയംഗമമായിട്ട് നന്ദി പറയണം. ആ പുതിയ പുതിയ സന്തോഷങ്ങൾ ആ കുട്ടികളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ സ്നേഹം വരണമെങ്കിൽ പടച്ചു തമ്പുരാൻ ചെയ്തു തന്നിരിക്കുന്ന, ലോകരക്ഷിതാവായ അള്ളാഹു ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് തുടങ്ങി സ്വസ്ഥമായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ
ജുമായ്ക്ക് വരുന്നതിന് 1 മണിക്കൂർ മുമ്പ് വന്ന് നിന്ന് നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എണ്ണാൻ നിങ്ങൾ 1 മണിക്കൂർ ചെലവഴിച്ചാൽ എണ്ണിത്തീരത്തില്ല. 1 മണിക്കൂർ കഴിഞ്ഞാലും എണ്ണിത്തീരത്തില്ല നിങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ. ഉറപ്പാണ്. എന്റെ അനുഗ്രഹത്തെ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. അള്ളാഹാണ് പറയുന്നത്. ഇന്നൽ ഇൻസാന ലലൂമുൻ ജഹീം. മനുഷ്യൻ അവിവേകിയാണ്, അക്രമിയാണ്. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അള്ളാഹു ആകട്ടെ ഏറെ പൊറുക്കുന്നവനും കരുണാവാരതിയുമാണ്. അപ്പൊ ആ റബ്ബ് ചെയ്ത അനുഗ്രഹങ്ങൾ ഓർക്കും, അവനോട് സ്നേഹം ഉണ്ടാകും. അപ്പൊ സ്നേഹം വന്നു കഴിയുമ്പോൾ അപ്പൊ ഇത്രയും ഇത്രയും അനുഗ്രഹം എനിക്ക് ചെയ്തു. നമ്മളെല്ലാം ആലോചിച്ച് നോക്കിയേ, നമ്മളൊന്നും കാര്യമായിട്ടൊന്നും ഖുർആന്റെ വഴിയിലൊന്നും നമ്മുടെ നല്ല കൊച്ചു പ്രായത്തിലൊന്നും ശ്രദ്ധിക്കാഞ്ഞിട്ട് പോലും 30-35 വയസ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഖുർആനിലോട്ടൊന്ന് ശ്രദ്ധിക്കാനുള്ള ഒരു മനസ്സ് വന്നത്. നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകന്നു പോയിട്ട് നമ്മളെ മെല്ലെ കൈ പിടിച്ച് ഇങ്ങനെ നമ്മളെ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ ഖുർആനിലോട്ടൊക്കെ കണക്ട് ചെയ്ത് നല്ല കൂട്ടുകാരൊക്കെ തന്ന ആ റബ്ബിനെ നമുക്ക് എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റും? സഹോദരിമാരെ, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന നന്ദിയുള്ള മനസ്സ് അള്ളാഹ്ക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാമോ? അള്ളാഹു യൂസുഫ് നബിയുടെ ചരിത്രം, സുലൈമാൻ നബിയുടെ ചരിത്രമൊക്കെ മുഹമ്മദ് നബിയോട് പറയുമ്പോൾ പറയത്തില്ലേ, കുല്ലും മിനശ് ശാക്കിരീൻ കുല്ലും മിനശ് സാലിഹീൻ. അവരൊക്കെ ഷാക്കിരീങ്ങളാണ്, സാലിഹീങ്ങളാണെന്നൊക്കെ പറയുന്നില്ലേ? എന്തുകൊണ്ടാ? യൂസുഫ് നബി നന്ദി അർപ്പിച്ച വാക്ക് അള്ളാഹ് എടുത്തു തന്നെ പറഞ്ഞു. യൂസുഫ് നബി അലൈഹി സ്വലാം അള്ളാഹിനോട് പറഞ്ഞു, പഠിച്ചോനെ, എന്റെ സഹോദരങ്ങളെല്ലാം എന്നെ പൊക്കിയെടുത്ത് ആ കിണറ്റിൽ കൊണ്ട് എറിഞ്ഞ സന്ദർഭത്തിൽ നീയല്ലേ എന്നെ ആ കിണറ്റിൽ നിന്ന് പൊക്കിയെടുത്ത് വെളിയിൽ കൊണ്ടുവന്നത്? ആ കൊടും കാട്ടില് ഒരു യാത്രക്കാരെ കൊണ്ടുവന്ന് അവരുടെ യാത്രാ വഴി തെറ്റിച്ചു മാറ്റി ആ കിണറ്റിലേക്ക് അവിടം വരെ എത്തിച്ച് എന്നെ നോക്കാൻ ഈ ആളുകളെ ഏർപ്പാടാക്കി അവിടെ നിന്ന് എന്നെ പൊക്കിയെടുത്തു കൊണ്ടുവന്നു. എന്നെ രാജകൊട്ടാരത്തിൽ എന്നെ വളർത്തി. അള്ളാഹുവേ, നീ എന്നെ ഇപ്പോ ഈജിപ്തിലെ ധനകാര്യമന്ത്രിയാക്കി അവിടം വരെ നീ എന്നെ എത്തിച്ചില്ലേ പടച്ചവനെ? അള്ളാഹു, ഈ യൂസുഫിന് ഒരുപാട് നന്ദിയുണ്ട് പടച്ചവനെ. അള്ളാഹു, എനിക്കൊരു അപേക്ഷയുണ്ട്. തവഫനി മുസ്ലിമൻ, എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണം. വൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കണം പടച്ചവനെ. അത് അള്ളാഹ്ക്ക് എത്ര ഇഷ്ടമായിട്ടാണ് എത്രയോ വർഷങ്ങൾക്ക് ഇപ്പുറം വന്ന മുഹമ്മദ് നബിയോട് അത് സംസാരിച്ചത്. ഇബ്രാഹിം നബീന്റെ അടുത്ത് പറഞ്ഞു, എന്റെ ഇബ്രാഹിം നബിയെ പറ്റി മുഹമ്മദ് നബിയോട് പറയാണ്, എന്റെ ഇബ്രാഹിം അങ്ങേറ്റം നന്ദിയുള്ളവനാണ്. എന്റെ ഇബ്രാഹിം ഹലീമാണ്. ഇന്ന ഇബ്രാഹിമ ഹലീമുൻ അവ്വാഹുൻ മുനീബ്. എന്റെ ഇബ്രാഹിം ഹലീമാണ്, അവ്വാഹാണ്. ഉമ്മത്തിനെ കുറിച്ച് അവ്വാഹാണ് എന്ന് വെച്ചാൽ ഉമ്മത്തിന്റെ ദയനീയാവസ്ഥ, ഉമ്മത്ത് അള്ളാഹുവിനെ അനുസരിക്കാൻ നടക്കുന്ന കാണുമ്പോൾ ഉള്ള വിഷമം, അതിനകത്ത് ഉമ്മത്ത് ഹിദായത്തിലാകാൻ അങ്ങേറ്റം കൊതിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമയാണ് എന്റെ ഇബ്രാഹിം നന്ദിയുള്ളവനാണ്. സഹോദരിമാരെ, അള്ളാഹ്ക്ക് നന്ദിയുള്ള അടിമകളെ വലിയ ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ നന്ദിയോടുകൂടി അള്ളാഹുലേക്ക് ചെന്ന് അള്ളാഹ് നമ്മളെ സ്നേഹിക്കും. നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ ഇങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്യണം. അങ്ങനെ ചെയ്താലാണ് ഈ മരണക്കിടക്കയിൽ വരുമ്പോ നല്ല അനുഭവമായിട്ട് ഇവിടുന്ന് പോകാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിൽ ജീവിക്കുമ്പോൾ ഒരു സമാധാനവും കിട്ടും. അങ്ങനെ ആ സമാധാന അവസ്ഥയിൽ പോയി നമസ്കരിക്കണം, സുജൂദ് ചെയ്യണം, സമാധാനത്തോടുകൂടി ഖുർആൻ ഓതണം. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് യാ അയ്യത്തുൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ, സമാധാനത്തോടെ ജീവിച്ച അടിമേ, സമാധാനം അടഞ്ഞ ആത്മാവേ, ഇർജിഇ, മടങ്ങി വാ, ഇലാ റബ്ബിക്ക, നിന്റെ റബ്ബിലേക്ക് മടങ്ങി വാ, റാദിയത്തൻ മർളിയ, തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തിപ്പെടുത്തിക്കൊണ്ടും. നിന്നെക്കുറിച്ച് നിന്റെ റബ്ബ് തൃപ്തിയിലാണ് കേട്ടാ. നീ റബ്ബിനെ സ്നേഹിച്ചവളാണ്, പേടിച്ചവളാണ്, പ്രതീക്ഷിച്ചവളാണ്. അള്ളാഹുവിന്റെ വാഗ്ദാനത്തിന് മുമ്പിലൊക്കെ സംതൃപ്തി. അള്ളാഹു മന്ദൽ ഹക്കു വഅദുക ഹക്കുൻ. അള്ളാഹുവേ, നീ സത്യമാണ്, നിന്റെ വാഗ്ദാനങ്ങളൊക്കെ സത്യമാണ്, നീ പറഞ്ഞതെല്ലാം സത്യമാണ്, നിന്റെ ഖുർആനുള്ളതെല്ലാം സത്യമാണ്. എനിക്കൊന്നും അറിയില്ല പഠിച്ചോനെ, എനിക്കെല്ലാം പഠിപ്പിച്ച് റബ്ബേ, ഞാൻ നന്നായിട്ട് ജീവിക്കാം എന്നൊക്കെ ഇങ്ങനെ ജീവിതത്തിൽ സംവേദിക്കണം അള്ളാഹുമായിട്ട്. ഈമാനുള്ള ഹൃദയത്തിൽ പരലോക വിചാരവും അള്ളാഹുലേക്കുള്ള മടക്കവും ഉണ്ടാകും. സഹോദരിമാരെ, ഈമാനുള്ള ഹൃദയത്തിൽ പരലോക വിചാരം അള്ളാഹു ഇട്ടുതരും. പരലോകത്തെക്കുറിച്ച് അധികം ആൾക്കാർക്കും പരലോകത്തെക്കുറിച്ച് ഒരു ധാരണയാ. പരലോകം വെളിച്ചമാക്കട്ടെ, ഈ ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞു തീർക്കും. ഇല്ല, പരലോകത്ത് ക്രിട്ടിക്കലായ 5-6 ജംഗ്ഷനുകളുണ്ട്. അള്ളാഹുവിനെ സ്നേഹിക്കുകയും പേടിക്കുകയും പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്താൽ നമുക്ക് ഒരു അറിവുമില്ലെങ്കിലും, നമ്മൾ അറിവ് കുറഞ്ഞവരാണ്, കഴിവ് കുറഞ്ഞവരാണ്, വൈകി വന്നവരാണ്, അതൊന്നും വിഷയമല്ല. അള്ളാഹു പരലോക വിചാരം നമ്മുടെ ഹൃദയത്തിലോട്ട് ഇട്ടുതരും. അള്ളാഹുലേക്കുള്ള മടങ്ങാനുള്ള അവസരം അള്ളാഹ് ഇട്ടുതരും. അത് ആർക്കാണ്? ഈമാനുള്ള ഹൃദയത്തിൽ പരലോക വിചാരവും അള്ളാഹുലേക്കുള്ള മടക്കവും ഉണ്ടാവും.
അള്ളാഹുവിന്റെ അടുക്കൽ പോകേണ്ടതുണ്ടെന്നും അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടതുണ്ടെന്നും അവിടുത്തെ വിജയമാണ് യഥാർത്ഥ വിജയമെന്ന് ഹൃദയം കൊണ്ട് അംഗീകരിച്ച് ആ നാളിലേക്കുള്ള തയ്യാറെടുപ്പ് നടത്താനുള്ള മികവുറ്റ ഭാഗ്യം അള്ളാഹു തരും. സഹോദരിമാരെ, അത് വിജയിച്ചു കൊണ്ടിരിക്കുന്ന ജീവിത നിലവാരത്തിന്റെ ലക്ഷണമാണ്. എന്താണ് വിജയിച്ചു കൊണ്ടിരിക്കുന്നത്? വിജയം വരിക്കാൻ ഉതകുന്ന ഒരു ആ ജീവിത നിലവാരത്തിന്റെ ലക്ഷണമാണ്. ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളാഹുലേക്ക് ഞാൻ പോകേണ്ടതുണ്ട്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ട, അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടുന്ന ദിവസത്തെക്കുറിച്ച് പേടിയോടെ ജീവിക്കുന്നവർ, അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടതുണ്ടെന്ന് പ്രതീക്ഷിച്ച് ജീവിക്കുന്നവർ, ഇങ്ങനെ ഒരു മാനസികാവസ്ഥ എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് വിജയം വരിച്ച ജീവിതത്തിന്റെ അടയാളമാണ്. ആഖിറത്തിനെ ഉദ്ദേശിക്കലും അതിനെ ലക്ഷ്യമാക്കലും അതിനുവേണ്ടി പ്രവർത്തിക്കലും പ്രയത്നിക്കലും സഹോദരിമാരെ, മുഅ്മിനീങ്ങളായ നമ്മുടെ മേൽ ഏറ്റവും അനിവാര്യമായ കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ സൂറത്ത് സ്വാദ് ഓതിക്കൊണ്ടിരിക്കുമ്പോ ചോദിച്ചു, ഉലിൽ അബ്സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ദാവൂദ് നബിയെയും സുലൈമാൻ നബിയൊക്കെ പരാമർശിക്കുന്ന ആയത്ത് ഓതിയപ്പോ ചോദിച്ചു, മനുഷ്യരിൽ ഏറ്റവും ഉത്കൃഷ്ടർ ആരാണെന്ന് അറിയാമോ? അതായത് ദാവൂദ് നബിയെയും സുലൈമാനെയൊക്കെ ഉത്കൃഷ്ടരായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ പ്രവാചകന്മാരുടെ ചരിത്രം അതിനകത്ത് അവരെയൊക്കെ ഉത്കൃഷ്ടരാക്കിയിരിക്കുന്നു എന്ന ഭാഗം ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് ചോദിച്ചു, മനുഷ്യരിൽ ഏറ്റവും ഉത്കൃഷ്ടർ ആരാണെന്നറിയാമോ? സഹാബാക്കൾ മറുപടി ഒന്നും പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മറുപടി പറയുകയാണ്, പാരത്രിക ബോധവും അള്ളാഹുവിലുള്ള വിശ്വാസവും നിറഞ്ഞു നിൽക്കുന്ന ഹൃദയവും ആ ഹൃദയത്തിന്റെ ഉടമകളുമാണ് മനുഷ്യരിൽ ഏറ്റവും ഉത്കൃഷ്ടർ. പാരത്രിക ബോധം നിറഞ്ഞു നിൽക്കുന്ന ഹൃദയം, അള്ളാഹുവിലുള്ള വിശ്വാസം നിറഞ്ഞു തുളുമ്പുന്ന ഹൃദയം, അല്ലെ? അള്ളാഹുവിലുള്ള വിശ്വാസം നിറഞ്ഞു നിൽക്കുന്ന ഹൃദയം, അത് വല്ലാത്തൊരു സൗഭാഗ്യമാണ്. വല്ലാത്തൊരു ഹൃദയത്തിൽ അള്ളാഹുള്ള വിശ്വാസം കുടികൊള്ളുമ്പോഴാണ് ജീവിതം ആർദ്രവും ആഹ്ലാദകരവുമാകുന്നത്. അള്ളാഹുള്ള വിശ്വാസം ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പണം. സ്നേഹവും പേടിയും പ്രതീക്ഷയൊക്കെ ജീവിതത്തിന്റെ എല്ലാം എപ്പോഴും 24 hours ഇല്ലെങ്കിലും അതിങ്ങനെ മിന്നി മറയണം. ഇങ്ങനെ ഹൃദയത്തില് ഓരോ നിമിഷത്തില് എപ്പോഴും കാരുണ്യവാനായ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹു നിറയെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന മനസ്സിന്റെ ഉടമകൾ, അതാണ് മുഅ്മിനീങ്ങളുടെ വ്യക്തിത്വം. അങ്ങനെയുള്ള ഒരു മനസ്സിന്റെ ഉടമകളായി തീരണം. അപ്പോ എന്താന്ന് വെച്ചാൽ ഹൃദയം എപ്പോഴും ആർദ്രതയുള്ള ഹൃദയമാകും. ആർദ്രത എന്ന് വെച്ചാൽ സൂറത്ത് മുഅ്മിനൂൻ ഈ അൻഫാലിൽ പറഞ്ഞ പോലെ അവരുടെ ഹൃദയം ആർദ്രതയുള്ളതാണ്. അവരുടെ ഹൃദയം എപ്പോഴും നനയും, കണ്ണ് ഈറനണിയും. വൈദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന. അങ്ങനെ ആർദ്രതയുള്ള ഹൃദയത്തിൽ ഈമാൻ വർധനമുണ്ടാകുമെന്ന്. സഹോദരിമാരെ, നമുക്കൊന്ന് ശ്രമിക്കാം. അതിനെ പറ്റി ഒരുപാട് ആയത്തുകൾ ഖുർആനിലുണ്ട്. അത് പഠിച്ച് നമ്മുടെ ഹൃദയം നമുക്ക് ഉത്കൃഷ്ടരായി തീരേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും പരലോക നന്മയെ മുൻനിർത്തിയും പരലോക വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഉറപ്പിച്ച് പരലോകത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് അനുഷ്ഠിച്ചാൽ, ഏത് ചെറിയ കർമ്മമാകട്ടെ വലുതാകട്ടെ, എല്ലാം ഏത് കർമ്മം ചെയ്താലും അത് മീസാന സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ചെറിയൊരു കുഞ്ഞമലല്ലേ, അത് ചെല്ലുമ്പോ അത് മീസാനെ കനപ്പെടുത്തുന്നതാണ്. ഇത് വെച്ചാൽ നല്ല കനം ഉണ്ടാകും എന്ന ഒരു മനസ്സിനോട് ചെല്ലി നോക്കിയാൽ കുറച്ച് ചൊല്ലിയാൽ മതി, പക്ഷെ ഭയങ്കര വാല്യൂ ആയിരിക്കും അതിന്. ഇങ്ങനെയുള്ള അങ്ങനെ എല്ലാ കർമ്മങ്ങളിലും അങ്ങനെ ആകണം. കുടുംബജീവിതം നയിക്കുമ്പോൾ തന്നെ ഭർത്താവിന് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം പരിചരിക്കുക, അദ്ദേഹമായിട്ട് വർത്തമാനം പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ആബ്സെന്റിൽ അപ്പൊ ഒരു സ്നേഹത്തിൽ ഇതിനകത്ത് നിന്ന് പടച്ചോൻ എനിക്ക് പ്രതിഫലം, നീ എനിക്ക് സംവിധാനിച്ച കുടുംബജീവിതം, അതിനകത്ത് ഞാൻ ചെയ്യുന്ന ഹിദ്മത്തുകളും ഇതെനിക്ക് പരലോകത്ത് പ്രതിഫലം തരണേ പടച്ചോനെ. ചായ കുടിക്കുന്ന അസറിന് ശേഷം ചായ കുടിക്കുമ്പോൾ ഹസ്ബൻഡും മക്കളൊക്കെ ആയിട്ടൊന്ന് കുടിക്കുമ്പോ തന്നെ അതും പരലോകത്തെ സത്യപ്പെടുത്തിക്കൊണ്ട്, പ്രതിഫല നാളിനെ സത്യപ്പെടുത്തിക്കൊണ്ട് അത് ചെലവഴിച്ച് അതും പ്രതിഫലാർഹമാകുകയാണ്. അപ്പോൾ നമ്മൾ ജീവിച്ചത് നിമിഷങ്ങളിൽ ലാഭം, പരലോകത്തിലും അതിനും കൂടി, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരിക്കൽ സ്വഹാബാക്കളോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായ അടിമയായി ജീവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഖുർആൻ
പറയുന്നുണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടക്കാരിയായ അടിമയായി ഈ ദുനിയാവിൽ ജീവിക്കാൻ സാധിക്കുമെന്ന്. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു. സഹാബാക്കൾ സന്തോഷത്തോടെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പ്രവാചകരെ. ആരാകുന്നു ആ ഇഷ്ടക്കാർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയാണ്, സർവ്വതും നിയന്ത്രിച്ചും സകലതും അറിഞ്ഞും അള്ളാഹു കൂടെയുണ്ട് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക്, നല്ല കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹു തന്ന ആയുഷ്കാലത്തെ പ്രയോജനപ്പെടുത്തുന്നവർക്ക്, നല്ല കർമ്മങ്ങൾ കൊണ്ട്, നല്ല വർത്തമാനം, നല്ല പെരുമാറ്റം, നല്ല ചിന്താഗതി കൊണ്ട്, നല്ല കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹു തന്ന ആയുസിന്റെ സമയത്തെ പ്രയോജനപ്പെടുത്തുന്നവർക്ക് അള്ളാഹുവിന്റെ ഇഷ്ടക്കാരിയായ അടിമയായി ജീവിക്കുവാൻ സാധിക്കുമെന്ന് ഖുർആൻ സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. എന്താണ്? വഹുവ മഅക്കും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയാകട്ടെ അവിടെ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. ഖുർആന്റെ വാക്കാണത്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. സകലതും കണ്ടറിഞ്ഞുകൊണ്ട് സർവ്വതും നിയന്ത്രിച്ചുകൊണ്ടും അള്ളാഹു എൻ്റെ കൂടെയുണ്ട്. സഹോദരിമാരെ, ഏത് അസുഖം വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും സൂറത്ത് അനാമിലെ ആയത്താണ് ഓർക്കേണ്ടത്. ഒരു ഇലയും ഞെട്ടറ്റ് താഴെ വീഴുന്നില്ല നാം അറിയാതെ. ഈ മഹാപ്രപഞ്ചത്തിൽ, ഈ ദുനിയാവിൽ എന്തുമാത്രം വൃക്ഷങ്ങളാണ്, അതിൽ ഓരോ വൃക്ഷത്തിൽ എന്തുമാത്രം ഇലയാണ്. അള്ളാഹു പറയുകയാണ്, ഒരു ഇലയും ഞെട്ടറ്റ് താഴെ വീഴുന്നില്ല അള്ളാഹു അറിയാതെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തും അള്ളാഹുവെ, ഈ ആയത്ത് അങ്ങനെ തന്നെ എടുത്ത് എല്ലായിടത്തും ഇങ്ങനെ തന്നെ പറഞ്ഞിട്ട്, റബ്ബേ ഒരു ഇലയും ഞെട്ടറ്റ് നീ അറിയാതെ എന്റെ ശരീരത്തിൽ നടക്കുന്ന എല്ലാം നീ ഇറച്ചോനെ, എനിക്കൊന്നും പേടിയില്ല, കരുണാമയനെ നീ എന്റെ ഒപ്പം ഉണ്ടായാൽ മതി, നീ എന്നെ കൈവിടരുത്. ഇങ്ങനെയൊക്കെ അള്ളാഹുവായിട്ട് പറയണം. അപ്പോ സർവ്വതും നിയന്ത്രിച്ചും സകലതും അറിഞ്ഞും എന്റെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കും അള്ളാഹു തന്ന ആയുഷ്കാലത്തെ പരമാവധി നല്ല കാര്യങ്ങൾ കൊണ്ട്, നല്ല സൽക്കർമ്മങ്ങൾ കൊണ്ട്, നല്ല വർത്തമാനം, നല്ല പെരുമാറ്റം, നല്ല ജീവിതം കൊണ്ട് ജീവിതം കാഴ്ചവെക്കുന്നവർക്ക് അള്ളാഹുവിന്റെ ഇഷ്ടക്കാരിയായി ജീവിക്കുവാൻ സാധിക്കുമെന്ന് ഖുർആൻ സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് ചോദിച്ചൊരു ചോദ്യം നിങ്ങൾക്കറിയാലോ, മനുഷ്യരിൽ ബുദ്ധിയുള്ളവർ ആരാണെന്നറിയാമോ? നമ്മൾ എന്തായിരിക്കും മറുപടി പറയുക? നമ്മൾ ചില മക്കളെയൊക്കെ പറയത്തില്ല, എൻ്റെ മോൻ നല്ല ബുദ്ധിയാണ്, അല്ലെ ഇപ്പൊ എൻ്റെ പേരക്കുട്ടിക്ക് നല്ല ബുദ്ധിയാണ്, പിന്നെ ഭൗതികമായ എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങളൊക്കെ നേടിയാൽ നല്ല എക്സ്ട്രാ ബ്രില്യൻ്റ് ആണ്, എക്സലന്റ് ആണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇസ്ലാമിന്റെ ഭാഷയിൽ, ഇസ്ലാമിന്റെ തിയറിയിൽ ബുദ്ധിയുള്ളവർ ആരാണെന്ന ചോദ്യത്തിന് മറുപടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു, മരണത്തെ നിരന്തരം ഓർക്കുന്നവരും മരണാനന്തര ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവരും. അതായത് ഭർത്താവിന് ഏറ്റവും ആവശ്യക്കാരിയായ ഭാര്യയായിട്ട് ജീവിക്കുമ്പോഴും, മക്കൾക്ക് ആവശ്യമുള്ള ഒരു ഉമ്മയായിട്ട് ജീവിക്കുമ്പോഴും, ഭർത്താവിന് നല്ലൊരു ഭാര്യയായിട്ടും മക്കൾക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു ഉമ്മയായിട്ടും സഹകാരിയായിട്ടും ഉദ്യോഗസ്ഥയായിട്ടും പല റോളിൽ ഇവിടെ ജീവിക്കുമ്പോഴും മരണബോധം നിലനിർത്തി ജീവിക്കാൻ നമുക്കാകണം. മരണത്തെ നിരന്തരം ഓർക്കുന്നവരാകണം. മരണാനന്തര ജീവിതത്തിനു വേണ്ടി തയ്യാറെടുക്കുന്നവർ ബുദ്ധിയുള്ളവരാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതായത് ആഖിറത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ആഖിറം വിജയമാകാനുള്ള, ആഖിറത്തിൽ പല ജംഗ്ഷനുകൾ ഉണ്ട്, അവിടെയൊക്കെ ക്ലിയർ ചെയ്യാൻ വിഭവങ്ങൾ ആവശ്യമാണ്, അമാലുകൾ ആവശ്യമാണ്. ഒരാളുടെ അമല് കൊണ്ട് മറ്റൊരാൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാനിന്നിപ്പോ ഉംറയ്ക്ക് വേണ്ടി പോയ സമയത്ത് ജിദ്ദയിൽ എത്തുന്നതിന് മുമ്പ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എന്തെല്ലാം ചെക്കിങ്, ലഗേജ് ചെക്ക് ചെയ്യുന്ന, കണ്ണ്, ചെവി, കൈയും കാലും എന്ന് വേണ്ട സകല ടെസ്റ്റിങ്. ഇനി അവിടെ നിന്ന് ഇറങ്ങി ജിദ്ദയിൽ ചെന്നാലോ എന്തുമാത്രം ക്ലിയറൻസ് ആണ്. അപ്പൊ ഞാനൊരു പരലോകത്തെ കുറിച്ച് ചിന്തിച്ചു പോയി, പടച്ചവനെ, മരിച്ച് ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗത്തിലോ നരകത്തിലോ, നരകത്തിൽ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സ്വർഗത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് എവിടെയെല്ലാം ക്ലിയർ ചെയ്യണം റഹ്മാനെ എന്ന് ആലോചിച്ച് നോക്കിയേ. ഓരോരുത്തരും അന്നേ ദിവസം ഇയ്യാം പാറ്റകളെ പോലെ അവനവന്റെ അമാലുകൾ കാണാൻ വേണ്ടി എഴുന്നേറ്റ് വരുന്ന സന്ദർഭത്തിൽ എല്ലാം അള്ളാഹ് ഹൃദയത്തിലുള്ളതെല്ലാം കൊടഞ്ഞിടും. നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലുള്ളതൊക്കെ സുദൂറിലുള്ള സദറിലുള്ളതെല്ലാം കൊടഞ്ഞിടും. നെഞ്ചകത്തിലുള്ള ഹൃദയത്തിലുള്ളതെല്ലാം കൊടഞ്ഞിടും. ഇന്ന റബ്ബഹും ബിഹിം യൗമ ഇദിൻ ലഖബീർ. അന്നത്തെ ദിവസം നിന്റെ നാഥൻ ഖബീറാണ്, സൂക്ഷ്മജ്ഞാനിയെ സൂക്ഷ്മമായി
ആ കുടഞ്ഞിട്ട സാധനത്തിലുള്ളതിലെല്ലാം വിലയിരുത്തുമെന്നാണ്. സഹോദരിമാരെ, നമ്മൾക്ക് കുടഞ്ഞിട്ടാൽ എന്തൊക്കെ ഉണ്ടെന്ന് ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നവരാണ് ബുദ്ധിയുള്ളവരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആഖിറത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അവിടുത്തെ വിജയം, അവിടുത്തെ ജീവിതം വിജയമാകാനുള്ള കർമ്മങ്ങൾ ഇഹലോകത്തിൽ നിന്ന് മുൻകൂട്ടി അയച്ചവർ ഇക്കൂട്ടർ തന്നെയാണ്. ജനങ്ങളിൽ ബുദ്ധിയുള്ളവർ, ഈ ദുനിയാവിൽ മാന്യതയും പരലോകത്ത് മഹത്വം നേടിയെടുക്കുന്നവർ അവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ പെടുവാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരിമാരെ, ഞാൻ ഒരുപാട് സമയം ക്ലാസ് എടുക്കുന്നില്ല. നമ്മുടെ ആയുസ്സിന്റെ ലക്ഷ്യം നമ്മൾ മറന്നു കളയരുത്. നമ്മുടെ ആയുസ്സിന്റെ ലക്ഷ്യം മറന്ന് നമ്മൾ ജീവിക്കരുത്. മുഅ്മിനീങ്ങളായ നാം ഓരോരുത്തരും അള്ളാഹുവിനോട് ഗൗരവമായ കരാറിൽ ഏർപ്പെട്ടവരാണ്. ഈ കാര്യം ജീവിത തിരക്കിനിടയിൽ നമ്മൾ മറന്നു പോകരുത്. ഈമാൻ എന്ന അനുഭവവും അമലു സ്വാലിഹാത്ത് എന്ന സാക്ഷ്യപ്പെടുത്തലുമാണ് ഈ വിശ്വാസികളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. നമ്മൾ കേവലം നമ്മുടെ ഈ ഒരു ശരീരം മായാത്ത അടയാളങ്ങൾ മായാത്ത അടയാളങ്ങൾ ആസാർ ഇവിടെ ബാക്കിയാക്കിക്കൊണ്ട് തിരിച്ചു പോണം. അതാണ് ഈ ആയുസ്സിന്റെ ലക്ഷ്യം. അതിനാണ് അള്ളാഹു നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറയുന്നത്. അതി ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല. ഞാൻ മരണവും ജീവിതവും ഒക്കെ സംവിധാനിച്ചു വെച്ച് എന്തിനാണെന്നറിയാമോ? ലിയബ്ലുവക്കും, നിങ്ങളെ ഞാൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അയ്യക്കും അഹ്സനു അമല, ആരാണ് ഹസനായ അമലുകൾ ചെയ്യുന്നതെന്ന് എന്നതാണ് എന്റെ നിരീക്ഷണം. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്ന കരാർ ഈമാൻ അതൊരു അനുഭവമാകണം. ഈമാൻ അനുഭവമാകുന്ന അവസ്ഥ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരും. അതുപോലെ തന്നെ അമലു സാലിഹാത്ത് സാക്ഷ്യപ്പെടുത്തണം. അമലുകൾ കൊണ്ട് ജീവിതം സാക്ഷ്യപ്പെടുത്തണം. മരിച്ചു പോകുന്നതിന് മുമ്പ് ഇസ്ലാം കാര്യത്തിലും ഈമാൻ കാര്യത്തിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നുവെന്ന്. ഇനി അള്ളാഹു നമ്മളെ കാത്തിരക്ഷിച്ച് എന്തെങ്കിലും അസുഖമൊക്കെ വന്ന് കിടക്കെ കിടന്നാലും ഇസ്ലാം കാര്യത്തിൽ ഈമാൻ കാര്യത്തിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു റബ്ബേ, ഇസ്ലാം കാര്യത്തിലൊക്കെ ഞാൻ ഇൻവോൾവ് ആയിരുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു എന്നെ സ്വീകരിക്കണേ. എന്റെ ഷഹാദത്ത് കലിമ പൂർണ്ണമാണ് റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാഹു വാഹിദുൽ ഖഹാർ റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുൽ അസീസുൽ ഗഫാർ. റബ്ബേ, ആകാശഭൂമികളുടെ ഇടയിലുള്ള സർവത്തിന്റെയും ഉടമസ്ഥൻ നീ തന്നെയാണ് റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മലിക്കുൽ ഹഖ്ഖുൽ മുബീൻ. ഇങ്ങനെ അള്ളാഹു സത്യസാക്ഷ്യത്തിൽ കലിമ ഷഹാദത്തിൽ നമ്മൾ പൂർണ്ണമായും ഉണ്ടായിരുന്നു. നമുക്ക് ബോധ്യമുണ്ടാകണം നമ്മുടെ ജീവിതം അങ്ങനെ ആയിരുന്നുവെന്ന്. നമസ്കാരത്തിൽ കഴിവിന്റെ പരമാവധി ശ്രദ്ധ പതിപ്പിച്ചുവെന്ന്. നോമ്പ് നന്നായി പിടിഞ്ഞ് വരാൻ പോകുന്ന നാളുകളൊക്കെ നല്ല നാളുകളാണ്. നോമ്പിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. നമ്മൾ റജബ് മാസത്തിലാണ്, അനുഗ്രഹീത മാസത്തിലാണ്. റജബ് ഷഅബാനൊക്കെ അനുഗ്രഹീത മാസമാണ്. വരാനിരിക്കുന്ന റമളാൻ ഫലപ്രദമായി വിനിയോഗിക്കണമെങ്കിൽ റജബ് തൊട്ടേ ഒരു കാര്യമായ നല്ല ഒരു എന്താ പറയാ ആത്മീയ നിർവൃതിയിൽ ജീവിക്കാൻ കഴിയേണ്ടതുണ്ട്. റജബിൽ നമ്മൾ വിത്ത് പാകുകയും ഷഅബാൻ മാസത്തിൽ നമ്മൾ ആ നട്ട വിത്തിന് കുറച്ച് വെള്ളവും വളവും ഇട്ട് കൊടുക്കുകയും റമളാൻ മാസത്തിൽ ഫലം കൊയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇപ്പൊ റജബ് തുടങ്ങിയിരിക്കുകയാണ്. 9ഓളം ആയിട്ടുണ്ട് റജബ്. ഇനി ഒരു 50 ദിവസത്തിനകം നമ്മൾ റമളാനിലേക്ക് പ്രവേശിക്കും. സഹോദരിമാരെ, നല്ല മനസ്സോടുകൂടി എല്ലാവരും റമളാനിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് തന്നെ ഷഅബാനിലേക്ക് ജീവിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യവും ഉത്തരവും നമ്മുടെ മനസ്സിലുണ്ടാകണം. ബുദ്ധിയുള്ളവർ ആരാണെന്നുള്ള ചോദ്യം. വിശുദ്ധ ഖുർആൻ പരീക്ഷ എഴുതുന്നവരാണ് നിങ്ങളെല്ലാവരും. സൂറത്ത് ഖസസിന്റെ ചരിത്രമൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ ഒരാള് വെറുതെ വെറും കൈയോടെ ചത്തുമടങ്ങിപ്പോയ കാറൂന്റെ കഥയൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ എന്ത് വിഭവമാണോ നൽകിയത് അതുകൊണ്ട് നിങ്ങൾ ആഖിറത്തിൽ ഒരു വീട് പണിയണമേ എന്ന്. അതിനുശേഷം ഉള്ള ആയത്തുകളൊക്കെ നിങ്ങൾ പഠിച്ചാൽ അക്കൂട്ടരുടെ പരിശ്രമങ്ങൾ അഭിനന്ദനീയമാകുന്നു എന്ന് സ്വാഗതം എഴുതുന്നുണ്ട് ഖുർആനിലെ ആയത്ത്. എക്കൂട്ടരുടെയാണ് പരലോകത്തെ ആഗ്രഹിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കുകയും കാര്യമായി പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ.
ഐഹിക ലോകത്തിന്റെ അലങ്കാരങ്ങൾക്കപ്പുറത്ത് പാരത്രിക ലോകത്തിന്റെ ആനന്ദങ്ങളെ കൊതിക്കുകയും അത് നേടിയെടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നവരാരോ അത്തരം ആളുകളുടെ പരിശ്രമങ്ങൾ അഭിനന്ദനീയമാണെന്ന് ഖുർആൻ സന്തോഷ വാർത്തയോടുകൂടി നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. കാറൂനെ പോലെ, ഫിറഔനെ പോലെ, ഹാമാനെ പോലെ നിങ്ങൾ ആയിപ്പോകരുത്. അവർക്ക് ദുനിയാവിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടൊന്നും അവർ ഒന്നും നേടിയില്ല. അവർക്ക് ഇഹലോകവും നഷ്ടമാണ്, പരലോക നഷ്ടമാണ്. സഹോദരിമാരെ, ഫിറൗന്റെ കാറൂന്റെ ഒന്നും സൗഭാഗ്യങ്ങളല്ലെങ്കിലും നമ്മൾ എല്ലാവരും ഇന്ന് ഭൗതികമായി അനുഗ്രഹത്തിലാണ്. എല്ലാവരും വലിയ വീടിന്റെ ഉടമസ്ഥകളാണ്. എല്ലാവരും അത്യാവശ്യം എല്ലാവരും സാമ്പത്തിക ഭദ്രതയിലാണ്. ഇതെല്ലാം ഉണ്ടായിട്ട് ആഖിറത്തിൽ ഒന്നുമില്ലാത്തവരായി പോകരുത്. അപ്പോൾ ആഖിറത്തിൽ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്കൃഷ്ടരാകാൻ പരലോകത്തെ ആഗ്രഹിക്കുകയും മുഅ്മിനായിക്കൊണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കുകയും കാര്യമായി പരിശ്രമിക്കുകയും, അതുപോലെ തന്നെ ഐഹിക ലോകത്തിന്റെ ഈ അലങ്കാരങ്ങൾക്കപ്പുറത്ത് ഇതിന്റെ അലങ്കാരങ്ങൾ കണ്ട് വഞ്ചിതരായി പോകരുത്. ഒരു സ്ഥലത്തൊക്കെ എവിടെയെങ്കിലൊക്കെ ടൂർ പോയി വന്നു കഴിഞ്ഞാല് അവിടെ ഇത് കാണുമ്പോ പടച്ചവനെ, ഇവിടുത്തെ സംവിധാനങ്ങൾ, ഇപ്പൊ ഊട്ടിയിലോ മൈസൂറോ കൊടൈക്കനാലോ നിങ്ങളൊക്കെ ഇപ്പൊ വെക്കേഷന് പോകും, അവിടെ എന്താ രസം, എന്താ ഭംഗി. അടുത്ത നിമിഷം ചിന്തിക്കേണ്ടത് ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ആരാ? ബംഗാളികള്, തമിഴന്മാര്, അല്ലെ? അവരാണ് ഇത് സംവിധാനിച്ചിരിക്കുന്നത്. എങ്കിൽ ആ സ്വർഗത്തില് അള്ളാഹുവിന്റെ ഉദ്യോഗസ്ഥരായ മലക്കുകള്, അള്ളാഹുവാണ് അതിന്റെ സ്വർഗത്തിന്റെ എഞ്ചിനീയർ. അവൻ പറയുന്ന അനുസരിച്ച് എല്ലാം സംവിധാനിക്കുന്ന അതെന്തായിരിക്കും, എന്ത് വലിയ സ്വർഗമായിരിക്കും, എന്തായിരിക്കും എന്റെ ഭംഗി. അപ്പൊ ആ സ്വർഗത്തിന്റെ ആയാത്തുകളിലേക്കൊക്കെ ഓടി വരണം. അപ്പൊ നമുക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് വരും, അതിനുവേണ്ടി പരിശ്രമിക്കാനുള്ള ഇഷ്ടം വരും. സഹോദരിമാരെങ്ങനെ പരലോകത്തെ ആഗ്രഹിക്കണം. ആദ്യം പരലോകത്തെ പറ്റി പേടിക്കുന്ന ഒരു മാനസികാവസ്ഥ എത്തണം. കുറച്ചു നാൾ അങ്ങനെ ജീവിച്ചിട്ട് പിന്നെ അതിനോടൊരു സ്നേഹം വരുന്ന ഒരു അവസ്ഥയിലാക്കണം. അതായത് നന്നായിട്ട് നല്ല രീതിയിൽ കിതാബ് വാങ്ങാൻ പോകുന്ന രംഗം, മീസാന്റെ മുമ്പിൽ പോയി ഇന്ന് സന്തോഷത്തോടെ അത് അങ്ങനെ അതൊക്കെ ഈ ദുനിയാവിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ കുറച്ച് സമയങ്ങളൊക്കെ അതിനുവേണ്ടി ചെലവഴിച്ച് അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും സത്യവിശ്വാസി മുഅ്മിനായിക്കൊണ്ട്, മുഅ്മിൻ മീൻസ് ഹൃദയം നിറച്ചൊരു ഈമാനുള്ള ഒരു അവസ്ഥയിൽ അള്ളാഹിനെ സ്നേഹിച്ചും പേടിച്ചും പ്രതീക്ഷിച്ചും ഇരുന്നു കൊണ്ട് കാര്യമായ ആഖിറത്തിനെ പരിഗണിക്കാനാകണം. അപ്പം ദുനിയാവൊന്നും വേണ്ടെന്നല്ല, ദുനിയാവിന്റെ ഈ ഭൗതികതയുടെ അലങ്കാരങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക തന്നെ കാര്യമായ ആഖിറത്തിനെ പേടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അങ്ങനെ ആകുമ്പോ അതിനകത്തുണ്ടാകുന്ന ചെറിയ അമലുകൾക്കും അള്ളാഹുടെ മുമ്പിൽ വലിയ പ്രതിഫലമാണ്. അത്തരക്കാരുടെ പരിശ്രമങ്ങൾ അഭിനന്ദനീയമാണെന്ന് വിശുദ്ധ ഖുർആൻ സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തന്ന സമയവും ആരോഗ്യവും ഒന്നും ആരും പാഴാക്കി കളയരുത്. ഉംറക്ക് പോകാൻ ആരെങ്കിലൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം പോണം. ഞാൻ സന്ദർഭോചിതമായി പറയുകയാണ്. ആരോഗ്യം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരുപാട് ആത്മീയ കാഴ്ചകൾ അവിടെ കാണാനുണ്ട്. അള്ളാഹു എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ആദരിച്ച ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ പോയി നിൽക്കാൻ എല്ലാവരും ആഗ്രഹിക്കും. എല്ലാവരും ഒന്ന് പരിശ്രമിച്ച് എല്ലാവരും ഒന്ന് കൂട്ടമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്കും ചൊല്ലി ആ കഅബാലയത്തിലേക്ക് മാർച്ച് ചെയ്യാൻ. എനിക്ക് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോണ്ടല്ലോ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാര് ഓരോ പള്ളിക്കകത്ത് ഓരോ വാതിലിലും നിറഞ്ഞു നിൽക്കുമ്പോ ഞാൻ ഉടനെ ഓർക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന ആമനു, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവർ, അഷ്ദഅഉൽ കുഫാരി, അവർ മുശ്രിക്കീങ്ങളുടെ ഇടയിൽ ഷദീദായി പെരുമാറും, പക്ഷെ റുഹമാ ബൈനഹും, അവർ പരസ്പരം കാരുണ്യമുള്ളവരാണ് എന്ന് പറയും. അത് ആയത്തൊക്കെ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരും. കാരണം എന്തൊരു സ്നേഹം, പരസ്പരം അങ്ങോട്ട് യാ ഇഖ്വാന്നൊക്കെ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹം. എല്ലാവരും ഓരുന്നത് ഖുർആൻ. നമ്മുടെ നബിക്ക് എന്തുമാത്രം അനുയായികളെന്ന് ഓർത്ത് ഞാൻ പല പ്രാവശ്യം അള്ളാഹുവിനെ ഹംദർപ്പിക്കും. പഠിച്ചവനെ, നമ്മുടെ നബിയുടെ അനുയായികളാണല്ലോ അള്ളാഹു ഇത്. ഖലീലുള്ളാഹി ഇബ്രാഹിമിന് കുറച്ചാളല്ലേ കിട്ടി, പക്ഷെ വലിയൊരു ഉമ്മത്തുണ്ട്, വലിയൊരു പ്രവാചക പരമ്പര ഉണ്ടായി. ജീവിതകാലത്ത് കുറഞ്ഞ ആളെ ഉണ്ടായിട്ടുള്ളൂ. നൂഹ് നബി അലൈഹി സ്വലാം 950 വർഷം പണിയെടുത്തിട്ട് 86 ആൾക്കാരെ കിട്ടിയത്. ലൂത്ത് നബിക്ക് അതിനേക്കാളും കുറച്ചാ കിട്ടിയത്. ഓരോ 25 നബിമാരുടെ പേര് ഖുർആൻ എടുത്ത് പറഞ്ഞ നബിമാർക്കെല്ലാം കുറച്ച് അനുയായികളെ. അപ്പൊ നമ്മുടെ നബിക്ക് എന്തുമാത്രം ആൾക്കാർ, അള്ളാഹുവെ നോക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഇൻഷാ അല്ലാഹ് ഉംറയ്ക്കോ ഹജ്ജിനോ ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്നവര് എത്രയും വേഗം നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഹജ്ജിന്റെ ഒരു പുസ്തകം ഒന്നിച്ചുള്ളൊരു കിറ്റുണ്ട്, 7 പുസ്തകം.
വേ ടു ദ മക്ക എന്ന് പറഞ്ഞിട്ട് ഹജ്ജ് എന്താണെന്നും അതുപോലെ തന്നെ വിശദമായിട്ട് ഹജ്ജിന്റെ ആത്മാവെന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ചെറിയ ബുക്കാണ്, 60 പേജുള്ള ഒരു കൊച്ചു ബുക്കാണ്. പക്ഷെ നല്ല ഭംഗിയായിട്ട് അതിനകത്ത് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഇരുന്ന് വായിച്ച് മനസ്സിനെ കൊതിപ്പിക്കണം. മനസ്സ് നിറച്ച് സന്തോഷത്തോടു കൂടി ഒരു ആത്മീയ നിർവൃതിയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് കഅബയിലേക്ക് മാർച്ച് ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തന്ന ആരോഗ്യവും സമയവും പാഴാക്കരുത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മനുഷ്യരിൽ അധികം ആൾക്കാരും രണ്ട് അനുഗ്രഹത്തെ കുറിച്ച് അശ്രദ്ധരാണെന്ന്. ആ കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആദമിന്റെ മക്കൾ 2 കാര്യത്തെ കുറിച്ച് അശ്രദ്ധയിലാണ്. ഒന്ന് ആരോഗ്യമാണ്, 2 ഒഴിവ് സമയമാണ്. ആരോഗ്യം, സമയം, ഈ 2 വിഷയത്തെ കുറിച്ച് അശ്രദ്ധയിലാണ് പലരുമെന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, നമുക്കൊക്കെ കൈവേദന കാലുവേദന എന്നൊക്കെ പറയുന്നില്ലേ? നമ്മുടെ തോളുവേദന വന്നത് നമ്മളെ ഈ അള്ളാഹുവിന്റെ ഖുർആൻ 30 ജുസ് അടങ്ങുന്ന ഖുർആൻ ഇങ്ങനെ പിടിച്ച് എപ്പോഴും ഓതിക്കൊണ്ടിരുന്ന് ഖുർആൻ എഴുതിക്കൊണ്ടിരുന്ന് അതിന്റെ പേരിൽ കൈവേദന വന്നിട്ടുള്ളവർ ആരുണ്ട്? എനിക്ക് അതുപോലെ തന്നെ നമുക്ക് ഊരവേദന, അള്ളാഹ് എനിക്ക് എന്ത് ഊരവേദന. ഊരവേദന വന്നത് ഇഷ്ടം പോലെ സുജൂദ് ചെയ്തിട്ടും റുക്കൂ ചെയ്തിട്ടും റുക്കൂവിന്റെ സുജൂദിന്റെ ഒന്നും ആധിക്യം കൊണ്ടല്ല നമുക്ക് ഊരവേദന വന്നത്. വീട്ടിൽ പണിയെടുത്തിട്ട് മാവ് കുഴച്ചിട്ടും വീട് തുടച്ചിട്ടും അടിച്ചിട്ടും വാരിയിട്ടും ഇങ്ങനെ വീട്ടുപണി ചെയ്തിട്ടൊക്കെയാണ് നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളും തേഞ്ഞു പോയത്, വേദനിക്കുന്നത്. അതുകൊണ്ട് ഇനി എൻ്റെ പൊന്നു മക്കളല്ലേ, അത്യാവശ്യം വീട്ടുപണിയൊക്കെ ചെയ്ത് വേഗം ഒന്ന് ഒഴിഞ്ഞിരുന്ന് അള്ളാഹുവുമായിട്ട് കുറച്ച് സമയം ചെലവാക്കണം. അതാണ് ബുദ്ധിയുടെ അടയാളം. ആരോഗ്യം ഇനിയുള്ളത് കളയരുത്. അത്യാവശ്യം വീട്ടിലെ പണികളൊക്കെ ചെയ്യണം, പക്ഷെ വീടേ ഹരമെന്നും പറഞ്ഞ് ഇങ്ങനെ ചിലർ വീട് പണി തന്നെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അധിക സമയം ദുനിയാവിന്റെ അതിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറി ആരോഗ്യത്തെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തണം. ഒഴിവ് സമയത്തെയും അതുപോലെ വായിക്കുവാൻ സമയം കണ്ടെത്തണം. വായിക്കാൻ അത് ശക്തിയുടെ പിന്നെ ബുദ്ധിയുടെ അടിത്തറയാണ്. ബുദ്ധിക്ക് ശക്തി വർദ്ധിക്കും, ബുദ്ധിയുടെ അടിത്തറയാണ്. കാരണം പ്രൗഢോജ്വലമായ ഒരു ഖുർആൻ 6236 വചനത്തിന്റെ സ്റ്റാർട്ടിങ് തന്നെ ഇഖ്റ, വായിക്കുക. ബിസ്മി റബ്ബിക്കല്ല, നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക. അപ്പൊ വായിക്കാനായിട്ട് എല്ലാവരും, ഞാൻ പറഞ്ഞതെന്നാ 2 കാര്യത്തെക്കുറിച്ച് അശ്രദ്ധയിൽ, ആരോഗ്യം, ഒഴിവ് സമയം. അപ്പൊ സമയം ഒന്ന് ജസ്റ്റ് ഒരു പ്ലാനിങ്ങിലാകാൻ വേണ്ടി ഞാൻ പറയും, വായിക്കാൻ അരമണിക്കൂറെങ്കിലും സമയം എല്ലാവരും കണ്ടെത്തണം. അത് ബുദ്ധിയുടെ അടിത്തറയാണ്. അള്ളാഹുവിന്റെ കുദറത്തിനെ പറ്റി ചിന്തിക്കാൻ സമയം കണ്ടെത്തണം. സൂറത്ത് ആലിമ്രാനിൽ പറയുന്നില്ലേ, റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച്, രാവും പകലും മാറി മാറി വരുന്നതിനെ കുറിച്ച്, ആകാശത്തിൽ ഒരു പ്രത്യേക ചന്ദ്രൻ വെളിപ്പെടുമ്പം ബ്ലൂ മൂൺ വരുന്നു, റെഡ് മൂൺ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിലോട്ടൊക്കെ നോക്കിയിട്ട് പടച്ചവനെ കുറിച്ച്, എന്തിനേറെ വീട്ടിൽ കുറച്ച് ചെടിയൊക്കെ നടുമ്പോ തന്നെ രാവിലെ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങി ആ ചെടിയിലോട്ടൊക്കെ നോക്കി പുതിയ ഇലയും പുതിയ പൂക്കളൊക്കെ വരുമ്പോ അത് കാണുമ്പോഴും പടച്ചവനെ നിന്റെ സൃഷ്ടി വൈബ്, എന്ത് നല്ല കളർ, എന്ത് നല്ല ഇല, അള്ളാഹുവെ തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അപ്പൊ അത് അള്ളാഹിന്റെ കുദറത്തിനെ പറ്റി ചിന്തയാവും. സംഭവം ചെറുതാണ്. ഇനി ഒരു പൂച്ച അതിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ പരിപാലിക്കുന്നത്, അതിലോട്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് സൃഷ്ടാവിനെ കണ്ടെത്തണം. ഇതിന്റെ പിന്നിലെ ഒരു കലാകാരൻ, ഇതിന്റെ ഉടമസ്ഥൻ, ഇതിന്റെ ഓണർ ആരാണെന്ന് ഓർത്ത് ചിന്തിച്ചിട്ട് അത് അള്ളാഹിന്റെ കുദറത്തിനെ കുറിച്ച് ചിന്തിക്കലാണ്. ചിന്തിച്ചാൽ അത് ശക്തിയുടെ സ്രോതസ്സാണ്. നമ്മുടെ മൊത്തം ശക്തിയുടെ സ്രോതസ്സാണ്. ഈ വൈദ്യുതിയുടെ സ്രോതസ് മറ്റേ ഇവിടാണെന്ന് പറഞ്ഞ പോലെ, എന്താ പറയാ, ഈ KCBയിൽ എന്റെ സംഭവത്തിന്റെ പേര്, അതായത് നമ്മുടെ ശക്തിയുടെ സ്രോതസ്സാണ്. അള്ളാഹുവിന്റെ കുദറത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട് നമ്മുടെ ഈമാൻ വർദ്ധിക്കുക. അല്ലാഹുമ്മ അന്തൽ ഹഖ്, പടച്ചവനെ നീ സത്യമാണ്. വഅദുക ഹഖുൻ, നിന്റെ വാഗ്ദാനം എല്ലാം സത്യമാണ്. അത്ഭുതമായ ഓരോന്നെല്ലാം കാണുമ്പോൾ ഉടനെ തന്നെ കണക്ട്, പടച്ചവനെ നീ പറഞ്ഞത്, നീ എന്റെ സ്വർഗ്ഗ, ഈ ദുനിയാവിൽ ഇതൊക്കെ ആണെങ്കിൽ സ്വർഗത്തിൽ എന്താണ്. ഇപ്പൊ ചിലർ എന്തെല്ലാം കാണുമ്പോ അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. ഷാക്കിറാന്റെ പൊന്നെ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന റെയിൽവേ സ്റ്റേഷന്റെ ആ ഭംഗിയും അതിന്റെ സംവിധാനവും ഒക്കെ ഒന്ന് കാണേണ്ടതാണ് എന്ന് പറയുമ്പോൾ അത് കണ്ട് ബോധ്യപ്പെട്ട് കഴിയുമ്പോ പടച്ചവനെ, ഇപ്പൊ ഈ മരുഭൂമിയിൽ ഇങ്ങനെയൊക്കെ സംവിധാനിക്കാമെങ്കിൽ അള്ളാഹുടെ സ്വർഗത്തിൽ എന്താണ് എന്ന് ചിന്ത വരുമ്പോൾ ഉടനെ അള്ളാഹടുത്ത് പറഞ്ഞു, അല്ലാഹുവേ അന്തൽ ഹഖ്, നീ സത്യമാണ്. വഅദുക ഹഖുൻ, നിന്റെ വാഗ്ദാനം എല്ലാം സത്യമാണ്. അപ്പോ അള്ളാഹിന്റെ കുദറത്തിനെ പറ്റി ചിന്തിക്കുന്നവരാകണം ഞാനെന്ന്. ഒരു 10 മിനിറ്റ് എങ്കിലും, അത് നമ്മുടെ ശക്തിയുടെ സ്രോതസ്സാണ്. അതുപോലെ ദുആ ചെയ്യാൻ സമയം കണ്ടെത്തണം. 24 മണിക്കൂർ സമയത്തിൽ ഒരു 24 മിനിറ്റ് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവായിട്ടിരുന്ന് ദുആ ചെയ്യണം. അതെന്താണെന്നറിയാവോ? ഭൂമിയിലെ ഏറ്റവും വലിയ കരുത്താണ് സിലാഹുൽ മുഅ്മിനീൻ. ദുആഉ സിലാഹുൽ മുഅ്മിനീൻ.
മുഅ്മിനീങ്ങളുടെ ആയുധമാണ്, ഭൂമിയിലെ ഏറ്റവും വലിയ കരുത്താണെന്നാ പറഞ്ഞു. അതുപോലെ തന്നെ ഖുർആൻ പഠനത്തിന് ഒരു അരമണിക്കൂർ, എൻ്റെ പൊന്നു മക്കളല്ലേ, കണ്ണൂരുകാരും മലപ്പുറംകാരും ആലപ്പുഴക്കാരും എല്ലാവരും ഖുർആന്റെ പഠനത്തിന് സമയം കണ്ടെത്തണം. അത് നിനക്ക് ഭൂമിയിൽ പ്രകാശമാണ്, ആകാശത്തിൽ നിനക്കൊരു നിക്ഷേപമാണ്. അബൂദർ എന്ന സഹാബി ഇത്തിരി ഉപദേശം താന്ന് വന്ന് വെച്ച്, നബി എനിക്ക് എന്തെങ്കിലും ഉപദേശിച്ചതാന്ന് പറഞ്ഞപ്പോൾ നബി പറഞ്ഞാണ്, നീ ഖുർആൻ പാരായണത്തിന്, പഠനത്തിന്, മനനത്തിന്, അത് കാണാതെ പഠിക്കാൻ, അത് പഠിക്കാൻ, അതിന്റെ പിന്നെ പരിഭാഷ നോക്കി എന്തു ആയിക്കൊള്ളട്ടെ, അത് നിനക്ക് ഭൂമിയിൽ നിനക്കത് പ്രകാശമാണ്, ആകാശത്തിൽ നിനക്കൊരു നിക്ഷേപവുമാണ്. സഹോദരിമാരെ, അതുപോലെ തന്നെയാണ് സിക്ർ ചെയ്യാൻ സമയം കണ്ടെത്തണം. സിക്ർ ചെയ്യാൻ സമയം കണ്ടെത്തണം. അതെന്ത്, അതിന്റെ പ്രതിഫലം വാനലോകത്ത് നിന്നെ സ്മരിക്കാൻ കാരണമാകും. ഇഹലോകത്തിന് നമ്മൾ അള്ളാഹുവിനെ വാഴ്ത്തുമ്പോൾ വാനലോകത്തുള്ള മലായികങ്ങൾ നമ്മളെ സ്മരിക്കും, നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കാൻ കാരുണ്യവാനായ അള്ളാഹു പറയുകയാണ്. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ഓർത്ത ഒറ്റയ്ക്ക് അള്ളാഹു നമ്മളോട് നമുക്ക് അനുഗ്രഹം വർഷിച്ചു തരും. ഒരു കൂട്ടായ്മയിൽ, ഒരു ക്ലാസ്സിൽ വെച്ച് അള്ളാഹുടെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഈ ക്ലാസ്സിനേക്കാൾ വലിയൊരു സദസ്സ് വാനലോകത്ത് മലായികങ്ങളുടെ സദസ്സിൽ വെച്ച് നമ്മളെ പറ്റി ചർച്ച ചെയ്യും. അപ്പോൾ ദിക്ർ ചെയ്യാൻ നമ്മൾ സമയം പാഴാക്കരുത്. ഖുർആൻ പാരായണത്തിന് സമയം കണ്ടെത്തണം. അതുപോലെ തന്നെയാണ് ധർമ്മം ചെയ്യാനും ഒരാഴ്ച ഒരു ദിവസമെങ്കിലും ഒന്ന് സമയം കണ്ടെത്തിയാല് നമ്മുടെ ഓരോരുത്തരുടെ ആത്മീയ ലോകത്തിന്റെ പരിസരം സുഗന്ധപൂരിതമാകും, സുഗന്ധമുള്ളതാകും, വിശാലമായതാകും. അർഹതപ്പെട്ടവർക്ക്, നമ്മളെ ചൂഷണം ചെയ്യുന്നവർക്കല്ല, ജീവിതത്തിന്റെ സുഗന്ധം നിഷേധിക്കപ്പെട്ടവർ, മരുന്ന് മേടിക്കാൻ കഷ്ടപ്പെടുന്നവർ, ഇതൊരു തൊഴിലാക്കി വെച്ചിരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരല്ല, ചോദിച്ചൊന്നും വരാത്തവര്, അവരുടെ അടുത്ത് പോയി നമ്മൾക്ക് എന്തെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം സിറായിക്കൊണ്ട് ചെയ്താൽ അത് നമ്മുടെ ആത്മീയ ലോകത്തിന്റെ പരിസരം സുഗന്ധപൂരിതമാക്കി തരും, തീർച്ചയാണ്. അതുപോലെ തന്നെ നല്ല സുഹൃത്തുക്കളുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കണം. അത് നമ്മുടെ മനസ്സില് അത് സന്തോഷത്തിലേക്കുള്ളൊരു പാതയാണ്. അത് നമ്മൾ ചിലപ്പോൾ കുടുംബക്കാരുടെ കൂടെ കൂടിയ, ചിലപ്പോൾ വിശ്വാസി സമൂഹത്തിന്റെ കൂടെ കുറച്ചു നേരം കൂടി നിന്നാല്, നല്ലവരുടെ കൂടെ നിന്നാൽ അത് സന്തോഷത്തിലേക്കുള്ളൊരു പാതയാണ്. നല്ല ആൾക്കാരുമായിട്ട് കൂട്ടുകൂടാൻ. നല്ല ആൾക്കാർ എന്ന് പറയുമ്പോൾ ആരെ കാണുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വരുന്നു, ആരുടെ സംസാരം കൊണ്ട് നിന്റെ നമ്മളെ ഈ ദീനിന് സമയം തന്നെ അഭിവൃദ്ധി മാഷാ ഉണ്ടാകും, അല്ലാ. അവരുമായിട്ടൊക്കെ കൂടിയിരുന്ന അതൊരു സന്തോഷത്തിന്റെ വഴിയാണ്. അത് തന്നെ. അതുപോലെ തന്നെ അള്ളാഹു ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹം അയവിറക്കാൻ ഒരു സമയം കണ്ടെത്തണം. അത് വളരെ ഒരു കുറഞ്ഞ സമയമാണെങ്കിൽ ഉറപ്പായിട്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹുടെ മീസാന്റെ ചവിട്ടി ചെന്ന് നിൽക്കും. അതിന് വമ്പിച്ച പ്രതിഫലമാണ്. അള്ളാഹു ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് അയവിറക്കാനായിട്ട് സമയം കണ്ടെത്തണം. അത് ആകാശ ഭൂമി ലോകം നിറയെ നിനക്ക് പ്രകാശമായി തീരും. ആകാശ ഭൂമി ലോകം നിറച്ചു, പിന്നെ 100 സമാവാത്തി വൽ അർദ്, ആകാശഭൂമി നിറയെയും നിനക്ക് പ്രകാശമായി തീരും. അതുപോലെ തന്നെയാണ് പാഴാക്കി സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വക കാര്യങ്ങൾ ഞാൻ ചെറുതായിട്ട് സൽക്കർമ്മം ചെയ്യാൻ കൃത്യമായിട്ടൊരു ചെറിയ ചിട്ടയോടുകൂടി രാവിലെ എഴുന്നേൽക്ക, സുബഹിനെ ചിട്ടയോടുകൂടി സൽക്കർമ്മം ചെയ്യാൻ സമയം കണ്ടെത്തണം. അത് നമ്മുടെ വിജയത്തിന് നൽകേണ്ട വിലയാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിന്റെ വിലയാണത്, വിജയിച്ച ജീവിതത്തിന് നൽകേണ്ട വിലയാണ് സഹോദരിമാരെ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക വ്യക്തിത്വം ഉണ്ടാകണം. അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പാഴാക്കി സമയം കളയാതെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഞാൻ പറഞ്ഞ മുഖദ്ദിമയിൽ ഓതി വെച്ച ആയത്ത്, പിന്നെ യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബു ലില്ലാഹി വലിറസൂലിഹി ഇദാ ദഅാകും ലിമാ യുഹ്യീകും, അല്ലേ മുഅ്മിനീങ്ങളെ, അള്ളാഹുവും റസൂലും നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ വിളിക്ക് ഉത്തരം നൽകണം. ലിമാ യുഹ്യീകും, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്കാണ് അള്ളാഹും റസൂലും വിളിക്കുക. ഏത് കാര്യവും അള്ളാഹു വിളിക്കുന്നത് നമുക്ക് നവജീവൻ. ലിമാ യുഹ്യീകും, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബു ലില്ലാഹി വലിറസൂലിഹി, വിളിക്കുന്നത് ലിമാ യുഹി, നിങ്ങൾക്ക് നവജീവൻ നൽകുന്ന വിളിക്കുന്ന ഏത് സൽക്കർമ്മവും നമ്മുടെ ഹൃദയത്തിന് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക്, റൂഹിന് ശക്തി വർദ്ധിക്കാൻ, നമുക്ക് ആത്മീയ വിജയം നൽകുന്ന വിഷയത്തിലേക്കാണ് വിളിക്കുന്നത്. വഅലമു, നിങ്ങൾ അറിയണേ, അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ. ആവർത്തിച്ച് ഇങ്ങനെ ക്ലാസ് കേട്ട്, ജുമാ കേട്ട്, പിന്നെ യൂട്യൂബിലെ പ്രസംഗം കേട്ട്, മിഷ്കാത്തിലെ ക്ലാസ്, യാസീൻ ക്ലാസ്
എല്ലാം കേട്ടിട്ടും ജീവിതത്തിന് കാര്യമായ അടുക്കും ചിട്ടയും ഉണ്ടായില്ല എങ്കിൽ വഅലമു അറിയണേ അന്നല്ലാഹ തീർച്ചയായിട്ടും അല്ലാഹു യഹൂലു ബൈനൽ മർഇ വ ഖൽബിഹി നിങ്ങളുടെ മനസ്സിന്റെ ഇടയിൽ അല്ലാഹു വേലി കെട്ടിക്കളയും, മറയിട്ട് കളയും, തടയിട്ട് കളയും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അന്നഹു ഇലൈഹി തുഹ്ശറൂൻ തീർച്ചയായിട്ടും നിങ്ങൾ അള്ളാഹുവിലേക്കാണ് നിങ്ങളുടെ ഒരുമിച്ച് കൂട്ടലെന്ന് ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്നതനുസരിച്ച് നമുക്ക് ജീവിതത്തിന് മാറ്റം ഉണ്ടാകണം, നമ്മൾ നല്ലവരാകണം. സർവശക്തനായ അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ ഒരു സ്വാലിഹായ അമലായിട്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് ജീവിതത്തിന്റെ അവസാനം ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന ലാസ്റ്റ് നിമിഷങ്ങൾ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളാക്കി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവെ അതെ ആരാധനയ്ക്ക് അർഹൻ മറ്റാരുമില്ല എന്നുള്ള ആപ്തവാക്യം സന്തോഷത്തോടുകൂടി ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിന്റെ വാഗ്ദാന ലോകത്തേക്ക് അവന്റെ വാഗ്ദാനം നിറയെ കണ്ട് ആസ്വദിക്കാൻ കഴിവുകൊണ്ട് ആസ്വദിക്കുവാനുള്ള മഹാ സൗഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുറാഹിമീനായ അള്ളാഹുവെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ ഒരു സാലിഹായ അമലായിട്ട് നീ സ്വീകരിക്കുമാറാകണേ റബ്ബേ. ഞങ്ങളുടെ സ്നേഹബന്ധത്തെ നീ എന്നെന്നും നിലനിർത്തണേ റഹ്മാനെ. നിന്റെ സ്നേഹിക്കുകയും അതിന്റെ പേരിൽ വേർപിരിയുകയും ചെയ്ത മുഅ്മിനീങ്ങൾക്ക് അർശിന്റെ തണൽ ജന്നാത്തുൽ ഫിർദൗസിൽ വാഗ്ദാനം റബ്ബേ ഞങ്ങൾക്ക് അത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവരെയും ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും മക്കളിൽ നിന്നും കൺകുളിർമ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ കുളിർമയും ഞങ്ങളുടെ മനസ്സിന്റെ സന്തോഷവും ഇഹത്തിലും പരത്തിലും ഞങ്ങൾക്ക് ഉപകാരമുള്ള മക്കളാക്കി തീർക്കണേ റഹ്മാനെ. വാരിധിയായ റഹ്മാനെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം നന്മയായ കാര്യം നിന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പ്രവാചകൻ ഏതെല്ലാം നിന്ന് രക്ഷ തേടിയോ അതിൽ നിന്ന് ഞങ്ങളെയും ലോക മുസ്ലിങ്ങളെയും കാത്തു രക്ഷിക്കണേ റഹ്മാനെ. റഹ്മാനായ അല്ലാഹുവേ നിന്റെ ഖുർആൻ നല്ല രീതിയിൽ പഠിച്ച് ജീവിതത്തിന് നല്ല ഒരു കാഴ്ചപ്പാടുമുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളായ ജീവിതം നയിക്കുവാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അന്തൽ ഗഫൂറുർ റഹീം വൻസുർനാ യാ ഖൈറൻ നാസിരീൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി Assalamualaikum warahmatullahi wabarakatuh.